വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നോടുള്ള ഭക്തിയാണ്. ദൈവഭക്തി എന്നുള്ളതിൻ്റെ ലളിതമായിട്ടുള്ള അർത്ഥം ദൈവത്തിൻ്റെ മഹത്വത്തെ ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഉളവാകുന്ന ഭയം അഥവാ അതിൻ്റെ പ്രതിഫലനമാണ്. ദൈവഭക്തിയുടെ വിശുദ്ധമായ അർത്ഥം ദൈവത്തിൻ്റെ ദിവ്യത്വം, വിശുദ്ധി, സർവാധികാരം, തേജസ്, മഹിമ എന്നിവയുടെ തിരിച്ചറിവ് മൂലം അവനിലുളവാകുന്ന ആരാധനാ മനോഭാവമാണ്. പ്രായോഗികമായി ദൈവത്തിൻ്റെ മനോഹരമായ ദിവ്യ സ്വഭാവങ്ങളെ തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ദൈവഭക്തി ഒരു മനുഷ്യനിൽ വെളിപ്പെടുകയാണ്. ഒരു ക്രിസ്ത്യാനി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവൻ്റെ മറുപ്രയാണത്തിൽ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക, അവൻ്റെ ഓട്ടം ഓടി തീർക്കുക എന്നുള്ളതാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഈ മേൽപ്പറഞ്ഞ ലക്ഷ്യം കൈവരിക്കുവാൻ കഴിയുന്നത് ദൈവഭയം കൊണ്ട് മാത്രമല്ല അനേകമായ അനുഗ്രഹങ്ങളെ ദൈവം ഈ ഭൂമിയിൽ വെച്ച് തന്മൂലം അവനിൽ നൽകുകയും നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ അവനെ സഹായിക്കുകയും ചെയ്യുന്നു. ദൈവഭക്തിയിൽ ജീവിക്കാൻ ആരംഭിക്കുന്നതിന് മുൻപായി നമ്മുടെ വ്യക്തിജീവിതത്തെ, ഒരു വ്യക്തിയുടെ വ്യക്തിജീവിതത്തെ, കുടുംബജീവിതത്തെ, സഭാജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ, നിയമത്തിൻ്റെ മുമ്പിലുള്ള തൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്ത് കുറവുകൾ ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞ് ഒരു പുതുസമർപ്പണം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. തൻ്റെ കഴിഞ്ഞ കാല തോൽവികളെ പ്രതി ദൈവം മുൻപാകെ റിഗ്രറ്റ് ഉള്ളവനായി റിപ്പൻറ്റ് ചെയ്ത് മനസാന്തരപ്പെട്ട് അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ റിനൗൺസ് ചെയ്ത് ആ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ഡെഡിക്കേഷൻ ചെയ്യുമ്പോൾ ദൈവം അവനിലൊരു റിസ്റ്റോറേഷൻ പ്രോസസ്സ് ആരംഭിക്കും. തൻ്റെ പുത്രനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയ തൻ്റെ ദിവ്യ സ്വഭാവത്തെ വ്യക്തി ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ ഇടയാക്കും. ദൈവഭക്തിയുടെ ആചരണം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അവൻ്റെ വ്യക്തി ജീവിതത്തിലാണ് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. അത് വളർന്ന് കുടുംബം, സഭ, സമൂഹം, നിയമം എന്നീ മേഖലകളിലേക്ക് സ്വയമായിട്ട് വ്യാപിക്കും. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ സ്റ്റഡി കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രകടമായ 14ഓളം ദിവ്യ സ്വഭാവങ്ങളെയാണ് വിശകലനം ചെയ്ത് പഠിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവവചനം എങ്ങനെ പഠിച്ചു, അത് അനുസരിച്ചു, വിശ്വാസം എങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഉളവായി, അതെങ്ങനെ താൻ പ്രായോഗികമാക്കി, പ്രത്യാശയോടെ എങ്ങനെ താൻ ജീവിച്ചു, പ്രാർത്ഥനയിൽ എങ്ങനെ താൻ പോരാടി, താൻ എങ്ങനെ ദൈവസ്നേഹം പ്രദർശിപ്പിച്ചു, സേവനം ചെയ്തു, ഔദാര്യം കാണിച്ചു, വിശുദ്ധിയും നീതിയും വിശ്വസ്തതയും പുലർത്തി, ജീവിതത്തിൽ സാക്ഷ്യം നിലനിർത്തി, സൗമ്യതയും സഹിഷ്ണുതയുമുള്ളവനായിരുന്നു, വചനത്തിന് എങ്ങനെ താൻ സാക്ഷ്യം വഹിച്ചു എന്നീ കാര്യങ്ങളൊക്കെ ഈ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശകലനം ചെയ്യും. ആ ദിവ്യ സ്വഭാവത്തെയാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ പഠന മുഖാന്തരം ആഗ്രഹിക്കുന്നത്. അങ്ങനെ തത്വത്തിൽ ദൈവഭക്തി വ്യക്തിതലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പതിപ്പായി തീരും. അതാണ് ഈ പഠനത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായിട്ട് നാം വെളിപ്പെടുമ്പോൾ നിത്യതയ്ക്കായിട്ട് ഒരുക്കമുള്ളവരായിട്ട് നാം തീരും. അതിനായിട്ട് ഈ പഠനം സഹായിക്കട്ടെ. ദൈവനാമം എന്നാളും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് കർത്താവിൽ പ്രിയ സഹോദരൻ ഷോണി VR. ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഇവണ്ണം നമുക്ക് കൂടുവാൻ കർത്താവ് നൽകിയ ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് വളരെ ദീർഘമായിട്ടുള്ള ഒരു സാക്ഷ്യമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രിയ സഹോദരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ യൗവനത്തിൽ തന്നെ കണ്ടെത്തുവാൻ ദൈവം സഹായിച്ചു. 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് വളരെ മുൻപേ തന്നെ എൻ്റെ ജീവിതത്തെ പ്ലാൻ ചെയ്തിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം
ഈ രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പേ തന്നെ വിശ്വവാണി പ്രോഗ്രാം കേൾക്കുക, ഹാർട്ട് ബീറ്റ്സിൻ്റെ സോങ്സ് ആസ്വദിക്കുക, ഇങ്ങനെ വളരെ നല്ല പ്രിപ്പറേഷൻ കർത്താവ് മുമ്പേ തന്നെ ചെയ്തിരുന്നു. എനിക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ആ രീതിയിൽ ദൈവമിട്ട് തന്നുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം, ശരിയായ സുവിശേഷം കേട്ടപ്പോൾ അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും എന്നെ വിനയപ്പെടുത്തുവാനും എനിക്ക് പെട്ടെന്ന് ഇടയായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ബാല്യത്തിൽ തന്നെ തൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ഒരുക്കിക്കൊണ്ടിരുന്നു എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ പല സഭകളോടുള്ള ബന്ധത്തിൽ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. കൊരട്ടി അസംബ്ലിയാണ് എൻ്റെ മാതൃസഭ. ഞാൻ സ്നാനപ്പെട്ടത് അവിടെയാണ്. എന്നാൽ ജോലിയുള്ള ബന്ധത്തിൽ വിദേശത്തായിരുന്നു, പുറത്തായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിലും അതുപോലെ സൗദി അറേബ്യയിലും ഖത്തറിലും മസ്കറ്റിലും അവസാനമായിട്ട് ഇപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ ഈ തൃശ്ശൂർ ഭാഗത്തുമായിരിക്കുന്നു. ഇതൊന്നും യദൃശ്ചിയ സംഭവിക്കുന്നതല്ല, ഇതൊക്കെ നിത്യമായ ദൈവത്തിൻ്റെ പദ്ധതികളിൽ വരുന്നതാണ്. കുറേ സബ്ജക്ട്സ് കവർ ചെയ്യാനായിട്ടുണ്ട് ദൈവഭക്തി എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ. ഒരു പ്രവചന വിഷയമൊക്കെ ആണെങ്കിൽ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി ജനിക്കും. ഇപ്പം എന്താ നടക്കുന്നത്, ഇനി എന്താ നടക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ട്. ദൈവഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ക്യൂരിയോസിറ്റി ഒന്നും പൊതുവെ കാണുകയില്ല. കാരണം അതൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളതൊക്കെ കേട്ടാൽ മതി. പറഞ്ഞു മനസ്സിലായല്ലോ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ പോരാടിക്കൊണ്ടിരുന്ന പല വിഷയങ്ങളിലും എനിക്ക് പൂർണ്ണമായ വിജയം നൽകിയത് ഈ വിഷയമാണ്. ആ സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 85 രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ 30 വർഷത്തിൽ മേലെയായല്ലോ. ഇത്രയും കാലഘട്ടം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന പല വിഷയങ്ങളും എനിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത് ദൈവഭക്തി എന്ന വിഷയം ആഴമായി പഠിച്ചപ്പോഴാണ്. എവിടെയാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഡോക്ട്രിൻ സ്ട്രോങ് ആണ്, പക്ഷേ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ നമ്മൾ പലപ്പോഴും ഫെയിലായി പോകുന്നുണ്ട്. അതൊരു പരമമായ സത്യമാണ്. കാരണം ഡോക്ട്രിൻ സ്ട്രോങ് ആണെങ്കിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന അനേക വിശ്വാസികളെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അത് ഡോക്ട്രിൻ്റെ കുഴപ്പമല്ല, അപ്ലിക്കേഷൻ്റെ കുഴപ്പമാണ്. ഡോക്ട്രിൻ ഈസ് റൈറ്റ് ബട്ട് നോട്ട് അപ്ലൈഡ് കറക്റ്റ്ലി. അതാണ് നമ്മുടെ പ്രശ്നം. ഈ വിഷയം പഠിച്ചു വന്നപ്പോഴാണ് നമ്മുടെ അപ്ലിക്കേഷനിലുള്ള എറർ എവിടെയാണ് കിടക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. അത് ശരിയായിട്ട് അപ്ലൈ ചെയ്താൽ ഫ്രം ഡേ 1, രക്ഷിക്കപ്പെടുന്ന 1-ാം നാൾ മുതൽ ഒരു ക്രിസ്ത്യാനി സർവശക്തിയോടും കൂടെ കർത്താവിനെ സേവിക്കുവാൻ സജ്ജനായി തീരും. അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ പല സഭകളിലും അവർക്ക് പുതിയൊരു വിഷയം കേൾക്കുന്ന പോലെയാണ്. ഇറ്റ്സ് നോട്ട് എ സ്ട്രേഞ്ച് സബ്ജക്റ്റ്, സ്ട്രേഞ്ച് അല്ല, പക്ഷേ ഒരു പുതുക്കം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തന്മൂലം തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് അവർക്ക് അനേകർക്ക് ഇടയാകുന്നുണ്ട്. നമുക്ക് പറ്റിയിട്ടുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫോക്കസ്, ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ. ഞാൻ അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. കലാലയത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടി കലാലയത്തിൽ ദാദ കളിക്കാൻ തുടങ്ങിയാൽ അവന്റെ ലക്ഷ്യത്തിൽ ഒരു തെറ്റ് ഉണ്ട്. കാരണം അവൻ അവിടെ പോയിരിക്കുന്നത് കലാലയത്തിൽ വലിയവനാകാനല്ല, പിന്നെയോ അവിടെ നിന്ന് ക്വാളിഫൈഡ് ആയിട്ട് ഒരു ജോലി വാങ്ങുക എന്ന ലക്ഷ്യമാണ് അവന് ആവശ്യം. അതാണ് അവന്റെ ശരിയായ ലക്ഷ്യം. കാരണം ഒരു ജോലിയാണ് അവന്റെ ജീവിതത്തിൽ പുലർത്താൻ പോകുന്നത്, കലാലയത്തിൽ ദാദ ആയതുകൊണ്ടല്ല. ഈ ഒരു പ്രോബ്ലം വിശ്വാസഗോളത്തിലും നല്ലൊരളവിൽ പറ്റിയിട്ടുണ്ട്. എന്തിനു വേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവോ, എന്തിനു വേണ്ടി നമുക്ക് സഭ നൽകിയിരിക്കുന്നുവോ, എന്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ലക്ഷ്യത്തിൽ എത്തണമോ എന്നുള്ള കാര്യത്തിൽ നല്ലൊരു പങ്ക് വിശ്വാസികൾക്കും വ്യക്തതയില്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, കൂടുതൽ പങ്ക് നമ്മൾ നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് സഭയ്ക്കകത്താണ്. പക്ഷേ ആദിമ ക്രൈസ്തവർ സഭയിൽ നിന്ന് ശക്തി പ്രാപിച്ച് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോസ്തല പ്രവൃത്തികളെടുത്ത് പഠിക്കുമ്പോഴും ലേഖനങ്ങളെടുത്ത് പഠിക്കുമ്പോഴും ഈ സത്യം വളരെ പച്ചയായിട്ട് നമുക്ക് കാണാം. സഭയ്ക്ക് അകത്തല്ല നാം പ്രവർത്തിക്കേണ്ടത്, പിന്നെയോ സഭയ്ക്ക് പുറത്താ. കാരണം നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷികളാണ്. സാക്ഷികൾ എന്നുള്ളത്
സഭയ്ക്ക് അകത്തല്ല, ശരിക്കും പ്രൈമറിലി വരുന്നത് പുറത്താണ്. എന്നാൽ ഈ ഫോക്കസ് നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളുടെ സഭകൾക്ക് വളർച്ച കുറഞ്ഞ് വരികയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയാവുകയില്ല. അത് സത്യമാണ്. ദ റീസൺ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ്. ഈ വിഷയമാണ് ദൈവഭക്തി എന്ന വിഷയത്തിലൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോട് കൂടെ ഇതിൽ പങ്കെടുക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുട്ടികളെ, യങ്സ്റ്റേഴ്സിനെ കഴിയുമെങ്കിൽ അബ്സോർബ് ചെയ്യാൻ ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരണം. അതെന്താണെന്ന് ചോദിച്ചാൽ, യങ്സ്റ്റേഴ്സ് ആണ് ഏറ്റവും അധികം പ്രവർത്തിക്കുവാൻ സമയമുള്ളവർ. അവർ അതിനായിട്ട് ശരിയായി തയ്യാറെടുത്താൽ സഭയ്ക്ക് ഒരു നല്ല കാലയളവ് അവരുടെ സേവനം ലഭിക്കും. പ്രായമായവർക്ക് സേവിക്കാൻ അവസരമില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഞാനാണെങ്കിൽ 59 വയസ്സായി. ദൈവം അനുവദിച്ചാൽ ഒരു 10, 20, 21 വർഷം, 80 എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ എനിക്കിനി. ഐ ഹാവ് ഓൺലി 10 or 20 മാക്സിമം ഇയേഴ്സ്. അതിൽ 20 വേണ്ട, 10 വർഷം എനിക്ക് ഇനി ആരോഗ്യത്തോടു കൂടെ കർത്താവിനെ സേവിക്കുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഒരു യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഹി ഹാസ് സംവെയർ അറൌണ്ട് 40 ഇയേഴ്സ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. കുഞ്ഞുങ്ങൾക്കാണ് ഈ ക്ലാസ് ശരിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തീരേണ്ടത്. അവർ തങ്ങളുടെ ജീവിതങ്ങളെ ശരിയായി ക്രമപ്പെടുത്തിയാൽ അവർക്ക് അതുകൊണ്ട് വലിയ ഉപകാരം ഭാവിയിൽ ഉണ്ടാകും. അത് നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് ഞാൻ വെക്കുകയാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ദൈവഭക്തി എന്നുള്ള വിഷയം ബൈബിളിൽ വളരെയധികം പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. 296 പ്രാവശ്യം ഈ പദം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവഭയം എന്നും അതിന്റെ ഗ്രീക്ക് പദം യുസേബിയ തിയോസ് എന്നാണ്. യുസേബിയ എന്ന് വെച്ചാൽ ഭയം എന്നാണ്, തിയോസ് എന്ന് വെച്ചാൽ ദൈവം. ഈര എലോഹിം എന്ന എബ്രായ ഭാഷയിലും എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവം, ഈര എന്ന് പറഞ്ഞാൽ ഭയം. തത്വത്തിൽ ദൈവഭക്തി എന്ന് നാം പറയുന്ന പദത്തിന്റെ അക്ഷരാർത്ഥം ദൈവ ഭയം എന്നാണ്, ദൈവത്തോടുള്ള ഭയം. ഈ സ്വഭാവം യോസേഫിൽ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോസേഫിനെ പാപത്തിനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്ക്, ഈ പാപം ചെയ്ത് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ ഇടപെടുമെന്നാണ്. ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു അവന്റെ മോട്ടിവേഷൻ, പാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട്. ദൈവഭയം എന്നുള്ളത് ദൈവം ഭയങ്കരനായതുകൊണ്ടല്ല, പിന്നെയോ ദൈവം നല്ലവനായതുകൊണ്ടാണ് ഉണ്ടാകേണ്ടത്. ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ തന്നു. ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നു. ശത്രു ഭരിക്കുന്ന ഈ ലോകത്തിൽ, സർവ്വലോകം പിശാചിന്റെ അല്ലെങ്കിൽ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ആണ്. അങ്ങനെ ദൈവം നമ്മെ പരിപാലിച്ച് സൂക്ഷിക്കുമ്പോൾ ദൈവത്തോട് സ്നേഹവും ആദരവും ബഹുമാനവും ഭയവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന അവിവേകങ്ങൾ നമ്മൾ ചെയ്യില്ല. ഒരു ലൂസ് ടോക്ക് നമ്മുടെ വായിൽ നിന്ന് വരില്ല. അതെന്താ? ദൈവത്തെ ഭയമുണ്ട്. ഞാൻ കണക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, വളരെ സ്നേഹമുള്ള, അതോടൊപ്പം തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പിതാവ് ഭവനത്തിൽ ഉണ്ടെങ്കിൽ മക്കൾ തോന്നിയ പോലെയൊന്നും അവിടെ നടക്കുകയില്ല. പിതാവിന് സ്നേഹമുണ്ട്, പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ മക്കൾ അനുസരണത്തിലും വിധേയത്വത്തിലും ജീവിക്കും. ഇത് തന്നെയാണ് ദൈവഭക്തി കൊണ്ട് ദൈവമക്കളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവഭക്തിയുടെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ, അത് ഏറ്റവും ലളിതമായ ഭാഷയിൽ നമ്മൾ പറഞ്ഞതുപോലെ ദൈവത്തോടുള്ള ഭയം ആണ്. ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്വഭാവ മഹിമയെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ദൈവം വിശുദ്ധനാണ്.
നമുക്കറിയാം, വളരെ മാന്യനും വളരെ വിശുദ്ധിയുമുള്ള ഒരു വ്യക്തിയോട് കൂടെ നടക്കുമ്പോൾ നമ്മൾക്കൊരു ഭയമുണ്ടാകും. എന്താണ് ആ ഭയം? ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മോശമായ ഒരു വാക്ക് ഞാൻ ഉച്ചരിച്ചുകൂടാ, ഇദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡിനേക്കാൾ മോശമായ ഒരു സ്റ്റാൻഡേർഡിൽ ഞാൻ നടന്നുകൂടാ. ദൈവത്തെ ശരിയായി മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ പിതാവിനെ നമ്മൾ ശരിയായി മനസ്സിലാക്കുമ്പോൾ, അവന്റെ ഔന്നത്യത്തെ, മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവന്റെ ദിവ്യമായിരിക്കുന്ന സ്വഭാവങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ, അവന്റെ കൂടെ ഞാൻ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള മോശമായ ഇടപാടുകൾ എന്നിൽ നിന്ന് ഉണ്ടാകരുത് എന്നുള്ള ഭയം. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. വ്യക്തിയുടെ മഹാത്മ്യം ഉന്നതം എന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് കൂടെ നടക്കുമ്പോൾ അവന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ നാം ശ്രമിക്കുന്ന ആ ഭയം, അതാണ് ദൈവഭയം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു ഡെഫിനിഷൻ. ദൈവത്തോടുള്ള ഭയമാണ്, പക്ഷെ ദൈവത്തിന്റെ ഔന്നത്യം മനസ്സിലാക്കിയിട്ട്, അവന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്, അവന്റെ ക്വാളിറ്റീസ് മനസ്സിലാക്കിയിട്ട്, അവന്റെ സ്വഭാവത്തിന്റെ സവിശേഷത മനസ്സിലാക്കിയിട്ട് എന്നെ തന്നെ അവന്റെ നിലവാരം സൂക്ഷിക്കുവാൻ നിർബന്ധിക്കുന്നതാണ് ദൈവഭയം. പറഞ്ഞു മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ, ദൈവം എങ്ങനെയുള്ളവനാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. ഇരുട്ട് ഒട്ടും ഇല്ല. ഇരുട്ടൊട്ടുമില്ലാത്ത ദൈവം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വെളിച്ചമായിരിക്കുന്ന ദൈവം. മറ്റൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, വ്യാജം പറവാൻ തക്കവണ്ണം ദൈവം മനുഷ്യനല്ല, വ്യാജമില്ലാത്തവൻ. അങ്ങനെയുള്ള ഒരു ദൈവത്തെ സേവിക്കുന്ന ഞാൻ നുണ പറയാൻ പറ്റുമോ? എൻ്റെ വായിൽ നിന്ന് അർദ്ധസത്യമാകട്ടെ അസത്യമാകട്ടെ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാണ് ദൈവം മുൻപാകെ. കാരണം എൻ്റെ ദൈവത്തിൽ അസത്യമോ അർദ്ധസത്യമോ ഇല്ല, അവൻ സത്യമാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? എൻ്റെ കർത്താവ്, എൻ്റെ അപ്പൻ, എൻ്റെ ദൈവം, അവന്റെ സ്വഭാവത്തോട് ഞാൻ അനുരൂപമാകാതെ എൻ്റെ തോന്നിയ പോലെ ഞാൻ ജീവിച്ചാൽ ദൈവത്തിന്റെ മകൻ എന്ന് എന്നെ വിളിക്കുന്നതിൽ പിന്നെ അർത്ഥം ഇല്ല. കാരണം ഞാൻ എൻ്റെ അപ്പന്റെ സ്വഭാവമല്ല കാണിക്കുന്നത്. അസത്യം പറയുന്നവൻ പിശാചിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. വ്യാജം ചെയ്യുന്നവൻ പിശാചിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ മകനാണെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോകാൻ പറ്റുകയില്ല. അങ്ങനെ ഞാൻ താഴേക്ക് പോകാൻ ആരംഭിച്ചാൽ ഒരു ഭയം എന്നെ പിടിക്കും. ഇല്ല, അത് നിനക്കുള്ളത് അല്ല. ഇതാണ് ദൈവഭക്തി. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അവന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മെ തന്നെ ഇക്വേറ്റ് ചെയ്യുന്ന, തുലനപ്പെടുത്തുന്ന പ്രക്രിയയാണ് ദൈവഭയം. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളത് വിശുദ്ധ ബൈബിൾ വളരെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനങ്ങൾ 33:8 നാം ഇങ്ങനെ വായിക്കുന്നു, സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. സകല ഭൂവാസികളും. അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസം വെച്ചിട്ടില്ല. എല്ലാവരും ദൈവത്തെ ഭയപ്പെടണം. അത് ദൈവത്തിന്റെ പ്രമാണമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിന്തയാണ്. എല്ലാവരും ദൈവത്തെ ഭയപ്പെടണം. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അത് ദൈവത്തിന്റെ ആജ്ഞയാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ശങ്കിക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തിലെ മികച്ച ഒരു ഉദ്ധരണിയാണ്. അത് ദൈവത്തിന്റെ കൽപ്പനയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വാക്യം വായിക്കാം. കർത്താവെ ആർ നിന്റെ നാമത്തെ, റെവലേഷൻസ് 15:4 ഞാൻ വായിക്കുന്നത്, വെളിപ്പാട് 15:4. കർത്താവെ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീ അല്ലോ ഏക പരിശുദ്ധൻ. ദൈവമേ, നീ പരിശുദ്ധനാണ്, അതുകൊണ്ട് ആർ നിന്നെ ഭയപ്പെടാതിരിക്കും. എന്താ ഈ വാക്കിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം പരിശുദ്ധനായതുകൊണ്ട് സകല അശുദ്ധരെയും അവൻ ശിക്ഷിക്കും. സകല അശുദ്ധരെയും അവൻ ശിക്ഷിക്കും. അതുകൊണ്ട് അവനെ ഭയപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കും. കാരണം
ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ അശുദ്ധനൊരിക്കലും സാധ്യമല്ല. അവൻ അങ്ങോട്ട് കടന്നിട്ട് കാര്യവുമില്ല, ഒന്നും കിട്ടാനും പോകുന്നില്ല. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ് എന്ന് നമ്മൾക്കറിയാം. മത്തായി 10:28 നാം ഇങ്ങനെ വായിക്കുന്ന ദൈവത്തിന്റെ മറ്റൊരു സ്വഭാവം: ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ തള്ളിക്കളയുന്നവനെ, നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ദൈവത്തെ ഭയപ്പെടണം. അത് വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും ദൈവത്തെ ഭയപ്പെടണം. അതെന്താ കാരണം? അവൻ ദേഹത്തെ മാത്രമല്ല കൊല്ലുവാൻ ശക്തൻ, പിന്നെയോ ദേഹിയെയും നരകത്തിലേക്ക് തള്ളിക്കളയാൻ ശക്തനാണ്. അവനെ ഭയപ്പെട്ടേ മതിയാകൂ. അവൻ ശക്തനാണ്. അടുത്ത വാക്യം സങ്കീർത്തനങ്ങൾ 96:4-5. യഹോവ വലിയവനും സ്തുത്യനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. സ്രഷ്ടാവായിരിക്കുന്നവൻ, വിശുദ്ധനായിരിക്കുന്നവൻ, സകലത്തെയും ന്യായം വിധിക്കുന്നവൻ, സകലത്തിന്റെയും സ്രഷ്ടാവായിരിക്കുന്നവൻ, ഈ ദൈവം ഭയപ്പെടുവാൻ യോഗ്യനാണ്. മൂന്നാമത്, പ്രായോഗികമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവഭക്തി എങ്ങനെ പ്രായോഗികമാക്കാം? ദൈവത്തെ ഭയപ്പെടേണ്ടതാണ്. ദൈവം ഭയപ്പെടുവാൻ തക്കവണ്ണം വിശിഷ്ടമായ നിലവാരമുള്ളവനും വ്യക്തി പ്രഭാവമുള്ളവനുമാണ്. അതുകൊണ്ട് നമ്മൾ അവനെ ഭയപ്പെടണം. എന്നാൽ എങ്ങനെ പ്രായോഗികമായി ദൈവഭക്തനായി തീരാം? അതിന്റെ ഉത്തരം, ദൈവഭക്തിയുടെ പ്രായോഗിക അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ശരിയായി മനസ്സിലാക്കുമ്പോൾ, അവന്റെ ദിവ്യ സ്വഭാവത്തെ നാം ഗ്രഹിക്കുമ്പോൾ, അവനെ പോലെ ആയി തീരുവാനായി നാം ശ്രമിക്കും. അവൻ നമ്മുടെ ജീവിതത്തിലെ ഹീറോ ആയി മാറും. എൻ്റെ ദൈവത്തെ പോലെ ഞാൻ ആയിത്തീരണം എന്നുള്ള ഒരു വാഞ്ച എൻ്റെ ഉള്ളിലേക്ക് കടന്ന് വരും. അവന്റെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന വിഷയമായി മാറും. അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രസാദമുള്ള കാര്യമായി മാറും. ഞാൻ അങ്ങനെ ദൈവത്തിന്റെ മകൻ എന്ന് എൻ്റെ ജീവിതത്തിലൂടെ ലോകത്തോട് വിളിച്ച് അറിയിക്കും. അതാണ് ദൈവഭക്തിയുടെ പ്രായോഗികമായ അർത്ഥം. അത് ഈ ഒരു വാഞ്ച ദൈവഭക്തന്മാർക്ക് എക്കാലത്തും ഉണ്ടായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, പുതിയ നിയമ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. 2 റെഫറൻസ് മാത്രം നമ്മൾ വായിച്ച് മുന്നോട്ട് പോകാം. പുതിയ നിയമത്തിൽ അപ്പസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഫിലിപ്പി ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്റെ വാഞ്ച എന്താണെന്നുള്ളത് അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, ശ്രദ്ധിക്കുക, അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ശ്രദ്ധിക്കുക ആ പദപ്രയോഗം. താൻ ക്രിസ്തുവിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കാണുവാനായിട്ടിടയായി, അല്ലെങ്കിൽ കർത്താവുമായിട്ട് അവനൊരു ഇന്ററാക്ഷൻ ഉണ്ടായി. അന്ന് മുതൽ അപ്പസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫിലിപ്പി ലേഖനം എഴുതുന്ന കാലമായപ്പോഴേക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം മനസ്സിലായപ്പോൾ താൻ പറയുകയാണ്, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ് ആഗ്രഹം? എനിക്ക് അവനെ പോലെ ആകണം. എനിക്ക് എൻ്റെ കർത്താവിനെ പോലെ ആകണം. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം പിതാവിന്റെ സകല ദിവ്യ സ്വഭാവങ്ങളും ജഡത്തിൽ പേറിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഫിലിപ്പോസ് തന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. കർത്താവ് മറുപടി പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇത് തെറ്റിദ്ധരിച്ച് ചിലർ പിതാവും പുത്രനും ഒന്നാണെന്ന് പറയാറുണ്ട്. തെറ്റ് അതല്ല അവിടുത്തെ ആശയം. അവിടുത്തെ ആശയം എന്നിൽ കാണുന്ന ഈ സ്വഭാവങ്ങൾ തന്നെയാണ് പിതാവിലും ഉള്ളത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സർവ്വ സ്വഭാവങ്ങളും പുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തി.
തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവനെ വെളിപ്പെടുത്തി. ഈ ക്രിസ്തുവിന്റെ മനോഹാരിത മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ പറയുക, അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ഛേദമെന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. അവന്റെ വിശുദ്ധി കാണുമ്പോൾ, അവന്റെ നീതി കാണുമ്പോൾ, അവന്റെ സ്നേഹം കാണുമ്പോൾ, അവൻ കാണിച്ച ഔദാര്യം കാണുമ്പോൾ, അവൻ സേവിച്ച സേവനം കാണുമ്പോൾ, അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണുമ്പോൾ, അവൻ വചനം പഠിച്ച പഠനം പോലെ അവന്റെ വിശ്വാസവും പ്രത്യാശയും കാണുമ്പോൾ, അവന്റെ സഹിഷ്ണുത, അവന്റെ ദിവ്യ സ്വഭാവങ്ങൾ ഞാൻ കാണുമ്പോൾ എന്റെ മനസ്സിൽ അങ്കുരിക്കുന്ന ഒരേ ഒരു ആഗ്രഹമുണ്ട്, എന്റെ കർത്താവിനെ പോലെ ഞാൻ ആയി തീരണം. അവനാണ് എന്റെ ഹീറോ. അവനേക്കാൾ കുറഞ്ഞൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭക്തന്മാർ എക്കാലത്തും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. നിങ്ങൾ വി നാഗൽ സാഹിബിന്റെ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു വി നാഗൽ. കാരണം തന്റെ ജീവിതത്തിലെ എല്ലാ പാട്ടുകളും ക്രിസ്തുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ടും അതുപോലെ എനിക്ക് ആയിത്തീരണമെന്നുള്ള പ്രാർത്ഥനയുമാണ്. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവിൽ നിത്യം ജീവിപ്പാൻ, അല്ലേ? ഇവയെ കാക്ഷിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അവിടെ പറയുന്നുണ്ട്, കർത്താവിന്റെ സ്വഭാവങ്ങളെ. അതുപോലെ മറ്റൊരു പാട്ടാണ്, യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആകണം മുഴുവൻ. പറഞ്ഞു മനസ്സിലായല്ലോ? നിന്നെ പോലെ ആകണം ഞാൻ. അതായിരുന്നു തന്റെ വാഞ്ച. അത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ സകലവും ഛേദമെന്ന് എണ്ണുന്നു. അവിടെ കൊണ്ട് നിർത്തുന്നില്ല, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പോൾ ഇതുവരെ ക്രിസ്തുവിനെ നേടിയില്ലേ? താൻ രക്ഷിക്കപ്പെട്ടില്ല എന്നാണോ പറയുന്നത്? അല്ല, ഞാൻ ക്രിസ്തുവിനെ നേടണം. അതെന്താ? ഞാൻ ക്രിസ്തുവിലാണ്, പക്ഷെ ക്രിസ്തുവിനുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ക്രിസ്തുവിനെ നേടണമെന്ന് താൻ പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്നത് അവന്റെ ദിവ്യ സ്വഭാവങ്ങളിൽ എന്നിലേക്ക് പൂർണ്ണമായി കടന്നു വരണം. അവന്റെ സ്വഭാവങ്ങൾ ഞാൻ ഇൻഹെറിറ്റ് ചെയ്യണം, അവകാശമാക്കണം. ഞാൻ അവനെ പോലെ ആകണം. അവനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്ന് എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്, അടുത്ത ഭാഗം, അവനിൽ ഇരിക്കണം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ, ഇത് ശ്രദ്ധിക്കുക ഈ പദം, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് നമ്മൾ ആരും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കില്ല. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കുക, എന്റെ കർത്താവ് മരണം സഹിച്ചതുപോലെ എനിക്ക് മരണം സഹിക്കണം, അവനെ പോലെ ആകണം. എന്തോ ഒരു വാഞ്ച അല്ലേ? എന്തൊരു ഡിസയർ ആണിത്. ഇതാണ് ഭക്തൻ. ഇതാണ് യഥാർത്ഥ ദൈവഭക്തൻ. ദൈവഭക്തൻ ദൈവത്തിന്റെ ബ്യൂട്ടി കാണുമ്പോൾ, അവന്റെ വ്യക്തിത്വത്തിന്റെ മഹാത്മ്യം കാണുമ്പോൾ അവന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ഒന്ന് മാത്രമാണ്, എന്റെ സൃഷ്ടാവിനെ പോലെ, എന്റെ പിതാവിനെ പോലെ, എന്റെ രക്ഷിതാവിനെ പോലെ ഞാൻ ആയിത്തീരണം. അതിൽ കുറഞ്ഞൊരാഗ്രഹവും എനിക്ക് ഇല്ല. അടുത്തത്, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും തിരിച്ചറിയണം. മാത്രമല്ല അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ച് അറിയണം. നമ്മളാരും ഇങ്ങനെ പ്രാർത്ഥിക്കില്ല കേട്ടോ. നമ്മളാരും ഇങ്ങനെ പ്രാർത്ഥിക്കില്ല. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് വേണം. അവൻ കഷ്ടം സഹിച്ചതുപോലെ ഞാനും കഷ്ടം സഹിക്കണം. അവൻ മരിച്ചതുപോലെ ഞാൻ മരിക്കണം. അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേൽക്കണം. ഇതായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ വാഞ്ച. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ വാഞ്ച എന്താണ്? ഒരു ദൈവഭക്തൻ ആഗ്രഹിക്കേണ്ടത് ഈ ലോകത്തിലെ മഹത്വമല്ല, പിന്നെയോ ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അത് മതി. we are so rooted in this world, we cannot uproot us. അങ്ങനെയായി തീർന്നു നമ്മൾ. പറഞ്ഞു മനസ്സിലായോ?
ഭൂമിയിലേക്ക് നമ്മളുടെ വേരുകൾ അത്രമാത്രം ആഴ്ന്നിറങ്ങി അതിൽ നിന്ന് വിട്ടുപോരുന്നത് നമുക്ക് അസഹനീയമായി തീർന്നിരിക്കുകയാണ്. ഇപ്പൊ കഷ്ടതയൊന്നും നമുക്ക് വേണ്ട, മരണവും വേണ്ട. കഷ്ടവും മരണവും ഇല്ലാതെ പുനരുത്ഥാനം എവിടെ കിട്ടാനാണ്? അത് സാധാരണ ഒരു മരണമൊക്കെ നമുക്ക് മതി. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നില്ല കർത്താവ് മാർട്ടിർഡം ധരിച്ചതുപോലെ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് രക്തസാക്ഷിയെ പോലെ നമ്മൾ രക്തസാക്ഷിത്വം വരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവിനെ പോലെ ആയിത്തീരണമെന്നുള്ള വാഞ്ച എന്റെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കണം. അതിന്റെ കാരണം എന്താ? കർത്താവ് വീണ്ടെടുത്തേക്കുന്നത് അതിനു വേണ്ടിയാ. ദൈവം നമ്മളെ വീണ്ടെടുത്തത് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ്. ദാറ്റ് ഈസ് ദ വെരി പർപ്പസ് ഓഫ് അവർ കോൾ. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ദൈവം എങ്ങനെയുള്ളവനെന്ന് വരച്ചു കാണിച്ചു തന്നത്. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് അവർ കോൾ. അതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പർപ്പസ് ഓറിയന്റഡ് ക്രിസ്ത്യൻ ലൈഫ് ആയിരിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം നമ്മളുടേത്. കർത്താവ് എങ്ങനെ സംസാരിച്ചു അതുപോലെ സംസാരിക്കുന്നവരും, കർത്താവ് എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കുന്നവരും, കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചു അതുപോലെ പ്രവർത്തിക്കുന്നവരും, കർത്താവ് എങ്ങനെ പ്രാർത്ഥിച്ചു അതുപോലെ പ്രാർത്ഥിക്കുന്നവരും ആയി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗോൾ മാറിപ്പോയി. നമ്മുടെ ഗോൾ മാറിപ്പോയി. നമുക്ക് മറ്റു പലതുമായി പോയി നമ്മുടെ ഗോൾസ്. ഇതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ കർത്താവിനെ പോലെ ആയിത്തീരുവാൻ അനേകർക്ക് കഴിയാതെ പോകുന്നു. We can see many believers, but we cannot see many Christ. പറഞ്ഞത് മനസ്സിലായല്ലോ? അനേക വിശ്വാസികളെ കാണാം, പക്ഷെ അനേക ക്രിസ്തുക്കളെ കാണാൻ ഈ കാലത്ത് ഇല്ല. അനേക ഭക്തന്മാരെ കാണാൻ ഈ കാലത്ത് ഇല്ല. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റി തോറ്റുപോയത്. ഞാൻ നമ്മുടെ സഭകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് കേട്ടോ. ഓവറോൾ ക്രിസ്ത്യാനിറ്റി ഹാസ് ഫെയിൽഡ് മിസറബിളി. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിനെ കാണാൻ സാധിക്കുന്നില്ല. കർത്താവിനെ കാണണമെങ്കിൽ അവനെ പോലെ നമ്മൾ ജീവിച്ചാൽ മാത്രമേ ലോകത്തിന് കർത്താവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വാഞ്ച അപ്പോസ്തലനുണ്ടായിരുന്നു. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ദാറ്റ് വാസ് ഹിസ് കോൾ. പറയായിരിക്കും അങ്ങനെയൊക്കെ ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും സഹോദര? അങ്ങനെ ജീവിക്കുന്നവന് വേറൊരു ഗ്ലോറിയാണ് നിത്യതയിൽ കിട്ടുന്നത്. It will not be surprising that Paul will be a glittering star in heaven. പറഞ്ഞു മനസ്സിലായോ? എന്തുകൊണ്ടാ? അവൻ ക്രിസ്തുവിനെ പോലെയായി തീരാൻ ഏറെ അധ്വാനിച്ചവനാണ്. അവൻ ക്രിസ്തുവിനെ ആഗിരണം ചെയ്യാൻ പരമാവധി ശ്രമിച്ചവനാണ്. ആ ക്രൈസ്റ്റ് ലൈക്നെസ് ആണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മെ തിളങ്ങാൻ ഇടയാക്കുന്നത്. അല്ലാതെ ഇവിടെ എത്ര സമ്പാദിച്ചുവെന്നോ, എത്ര മീറ്റിംഗ്സ് നടത്തിയെന്നോ, എത്ര സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചുവെന്നോ, എത്ര പേരെ നേടിയെന്നോ, ഇതൊന്നുമല്ല. അതൊക്കെ ആവശ്യമാണ്, പക്ഷെ അതല്ല നമ്മെ സ്റ്റാഴ്സ് ആക്കുന്നത്. മറിച്ച് ഞാൻ എത്രമാത്രം എൻ്റെ കർത്താവിനെ പോലെ ആയി എന്നുള്ളതാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിക്ക് ആവശ്യമായിരിക്കുന്ന വിഷയം. ക്രൈസ്റ്റ് എത്രമാത്രം നമ്മളിലുണ്ടോ അതാണ് ഒരു ക്രിസ്ത്യന്റെ എവിഡൻസ്. ക്രിസ്ത്യൻ ഈസ് എ ക്രൈസ്റ്റ് ലൈക്ക് പേഴ്സൺ. ആ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെയുള്ളവനാണ്. അതാണ് ബൈബിൾ വരച്ചു കാട്ടുന്ന സത്യം. അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല, സങ്കീർത്തനങ്ങൾ 27:4 ദാവീദിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണണം. ശ്രദ്ധിക്കുക ആ പദം.
ദാവീദിന്റെ ഉള്ളിലുണ്ടായിരുന്ന വലിയ വാഞ്ചയായിരുന്നു ആരുടെ മനോഹരത്വം കാണണം? താൻ സേവിക്കുന്ന, താൻ സ്നേഹിക്കുന്ന, താൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ കാണണം. അതുവരെ ആർക്കും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. മോശ ഒരിക്കൽ ചോദിച്ചു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ദൈവം പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. നീ എൻ്റെ പിറകുവശം ഒന്നും കാണാൻ ഞാൻ അനുവദിക്കാമെന്ന് പറഞ്ഞു. അത് കണ്ടോന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല, കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കാം. എന്നാൽ നമ്മൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല പ്രിയപ്പെട്ടവരെ. അതെന്താ? ദൈവം ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് തന്നെ നമുക്ക് കാണിച്ചു തന്നു. അവന്റെ ദിവ്യ സ്വഭാവങ്ങൾ, അവൻ ചെയ്തതൊക്കെ രേഖയാക്കി തന്നു. അവനെ പോലെ ആയിത്തീരാൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവനെ പോലെ ജീവിച്ചാൽ മാത്രം മതി. യഹോവയുടെ മനോഹരത്വം കാണണം, മാത്രമല്ല അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. പിന്നെയോ, എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. അതെന്താ അങ്ങനെ? ദൈവമേ, നിന്റെ മനോഹരത്വം കാണുമ്പോൾ, അന്ന് ദാവീദ് അത് പറയുന്നുവെങ്കിൽ വളരെ ലിമിറ്റഡ് റെവലേഷൻസേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. വിത്ത് ദാറ്റ്, അത് വെച്ചുകൊണ്ട് ദാവീദ് പറയാ, എനിക്ക് ഇവിടെ ഇരുന്നാ മതി. നിന്നെ ധ്യാനിച്ച്, നിന്റെ ആ മനോഹരത്വം, നിന്റെ ആ ദിവ്യത്വം, നിന്റെ സ്നേഹം, നിന്റെ ആ കരുതൽ, ഇതൊക്കെ ധ്യാനിച്ചിരുന്നാ മതി ദൈവമേ, വേറെ എങ്ങും എനിക്ക് പോകേണ്ട ആവശ്യം ഇല്ല. അതായിരുന്നു തന്റെ വാഞ്ച. ഭക്തൻ അങ്ങനെയാണ്. നമ്മളുടെ വാഞ്ച എന്താ പ്രിയമുള്ളവരെ? ആർ വി അപ് ടു ദിസ്? ഇങ്ങനൊരു വാഞ്ച നമുക്ക് ഉള്ളിലുണ്ടോ? എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. എൻ്റെ കർത്താവിന്റെ ദിവ്യ സ്വഭാവങ്ങളിൽ എന്നിലേക്ക് വരണം. അവനെ പോലെ ഒന്ന് സ്നേഹിക്കുവാൻ, അവനെ പോലെ ഒന്ന് കരുതുവാൻ, അവനെ പോലെ ഒന്ന് കരുണ കാണിക്കുവാൻ, അവനെ പോലെ താഴുവാൻ. നാഗലിന്റെ പാട്ടിൽ എങ്ങനെയുണ്ട്? യേശുവെ പോലെ താഴുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്ക് എന്നെ എൻ്റെ നാഥ, നിറയ്ക്ക നിന്റെ ആത്മാവിനാൽ. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതെന്താ? ഞാൻ അതിനു വേണ്ടിയാ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാ ഞാൻ എൻ്റെ യാത്ര ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ദൈവഭക്തി അനിവാര്യമാണ്? ആ വിഷയം 10 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ദൈവഭക്തി എന്തുകൊണ്ട് അനിവാര്യമാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എബ്രായ ലേഖനം 11:6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. വിശ്വാസത്താലാണ് നമ്മളുടെ ജീവിതം ആരംഭിച്ചത്, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു. വിശ്വാസത്തിൽ ആരംഭിച്ചതാണ് നമ്മുടെ യാത്ര, ഡേ 1. ഇനി നമ്മൾ വിശ്വാസത്താൽ തന്നെയാണ് അവസാനിപ്പിക്കേണ്ടത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പൂർവ്വ പിതാക്കന്മാരായിരുന്നവരൊക്കെ 11:13 എബ്രായ ലേഖനം, അവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് കണ്ട് അഭിബന്ധിച്ചു ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇപ്പൊ വിശ്വാസത്തിൽ ജനിച്ചു, വിശ്വാസത്തിൽ മരിക്കണം. ഇനി കർത്താവ് അതിനു മുമ്പേ വരുന്നുവെങ്കിൽ വിശ്വാസത്താൽ എടുക്കപ്പെടണം ഇവിടെ നിന്ന്, അല്ലേ? കർത്താവിന്റെ അടുക്കിലേക്ക്. വിശ്വാസത്തിൽ ആരംഭിച്ച യാത്ര, വിശ്വാസത്താൽ നടക്കുന്ന യാത്ര, വിശ്വാസത്തിൽ അവസാനിപ്പിക്കേണ്ട യാത്രയാണ് നമ്മുടേത്. ഈ യാത്രയിൽ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു വസ്തുത ദൈവഭക്തിയാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, യോസേഫിന് നമുക്ക് കിട്ടിയതുപോലെ ഒന്നും ബൈബിൾ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തിരുവഴുത്ത് നമ്മൾ ഇന്ന് തൊടുന്നത് പോലെ തൊടാനുള്ള ഭാഗ്യമൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ദൈവം വചനം എഴുതി തന്നിട്ടില്ല. മോശയാണ് അത് ചെയ്യുന്നത്. അതിനു മുമ്പാണ് യോസെഫ്. എന്നാൽ അന്ന് തിരുവഴുത്തുകൾ കയ്യിലില്ലാതിരുന്നിട്ടും ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് വിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും ചെയ്യാൻ തനിക്ക് ഇടയായില്ല. ബൈബിളിലുള്ള എല്ലാ ഭക്തന്മാരെ എടുത്ത് പഠിച്ചാൽ, ഇയ്യോബ്, ദാനിയേൽ, ദാവീദ്,
ശമൂവേല് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന എല്ലാ ഭക്തന്മാരെ എടുത്ത് പഠിച്ചാൽ അവരൊക്കെ വിശ്വാസത്തിന് വേണ്ടി വളരെ വില കൊടുത്തവർ ആയിരുന്നു. എങ്ങനെയാണ് അവർക്കത് സാധിച്ചത്? കാരണം ഭക്തന്മാരായിരുന്നു. എന്നിൽ ഭക്തി ഉണ്ടെങ്കിൽ വിശ്വാസത്തെ നിലനിർത്തുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. വിശ്വാസത്തിന് വിരുദ്ധമായി, അർത്ഥാൽ ദൈവവചനത്തിന് വിരുദ്ധമായി ഞാൻ ജീവിക്കുന്നതിന്റെ കാരണം എന്നിൽ ദൈവഭക്തി ഇല്ല എന്നുള്ളത് ഒന്നുകൊണ്ട് മാത്രം ആണ്. ദൈവഭക്തനാണ് ഞാനെങ്കിൽ അവിഹിതമായ ഒന്ന് കാണാൻ എന്റെ കണ്ണ് തിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കയില്ല. അതെന്താ? ദൈവം കാണുന്നു. എന്റെ ദൈവത്തിന് ചേരാത്ത കാര്യമാണ്, എനിക്ക് പറ്റില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? എന്റെ വായിൽ നിന്ന് അവിഹിതമായത് വരരുത്. എന്റെ ഭാര്യയോടാകട്ടെ, എന്റെ മക്കളോടാകട്ടെ, കൂട്ടു സഹോദരന്മാരോടാകട്ടെ, അവിഹിതമായ ഒരു വാക്ക് എന്റെ വായിൽ നിന്നും വരാൻ എനിക്ക് പാടില്ല. കാരണം എന്താ? മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്റെ കർത്താവിന് അത് ഇഷ്ടമല്ല. ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ പലപ്പോഴും എന്താ പ്രശ്നങ്ങൾക്ക് കാരണമെന്നറിയാമോ? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നത്? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളെ ക്രമപ്പെടുത്താതെ സംസാരിക്കുന്നത്? യാതൊരു റെസ്പെക്റ്റും ഇല്ലാതെ സഭകളിൽ എന്താ വഴക്കുണ്ടാകുന്നത്? ദ ഓൺലി റീസൺ ദേ ഡോണ്ട് ഫിയർ ഗോഡ്. അത്രയേ ഉള്ളൂ. ദൈവത്തെ യാതൊരു ഭയവുമില്ല. ദൈവം ഈ പ്രവർത്തികൾക്കൊക്കെ ന്യായം വിധിക്കുന്നവനാണെന്നുള്ള ഭയം ഇല്ല. അതാ കാരണം ദൈവമക്കളിൽ നിന്ന് ദൈവഭക്തി നല്ലൊരു പങ്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് സഭകളിൽ പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം. ഇനി സഭായോഗങ്ങളെ ലക്ഷ്യമാക്കുന്നത് എന്താ? ദൈവത്തെ ഭയമില്ല. ഓഫീസില് മാനേജർ മീറ്റിങ്ങിന് വിളിച്ചാ പോകില്ലേ? അതെന്തുകൊണ്ടാ? മാനേജറിനെ ഭയമുണ്ട്. എന്നാൽ രാജാവിന് ഭയം ഇല്ല. എന്റെ പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായി എന്നാൽ ഞാൻ മുന്നേ പറഞ്ഞത്, അവർ ഡോക്ടറിൻ ഈസ് സ്ട്രോങ് ബട്ട് അപ്ലിക്കേഷൻ ഈസ് വെരി പുവർ. വെരി പുവർ. അത് പച്ചയായിട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ പോക്ക് മുന്നോട്ട് പോയാൽ അടുത്ത തലമുറ ഇതിലും ശോഷിച്ച് ഇരിക്കും. നിങ്ങൾക്കറിയാലോ, യൂറോപ്പില് അനേക ചർച്ചസ് അടച്ചുപൂട്ടി പോയിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? ക്രിസ്ത്യാനി അല്ലാതായി. ദൈവഭയമില്ല. അവർക്ക് ദൈവത്തെ അറിയുകയുമില്ല. ഈ മൂല്യച്യുതിയിലേക്കാണ് നമ്മുടെ സഭകളും പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ലക്ഷണമാണ് പ്രാർത്ഥനാ യോഗങ്ങൾക്ക് സഹോദരന്മാരുടെ എണ്ണം കുറവായിരിക്കുന്നത്. ഒരു ചർച്ചിന്റെ ഹെൽത്ത് കാണണമെങ്കിൽ പ്രാർത്ഥനാ യോഗത്തിന് വന്നാൽ കാണാം. ദാറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ഹെൽത്ത് ഓഫ് എ ചർച്ച്. കാരണം പ്രാർത്ഥനയല്ലാതെ ഒരു കാര്യവും സാധിക്കുകയില്ല. പ്രാർത്ഥന മുടങ്ങുന്ന ഒരു സഭ, ഞാൻ പറയുമ്പോൾ അംഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ആ സഭ ഒരിക്കലും പ്രോഗ്രസ് ചെയ്യില്ല. ദ റീസൺ, പ്രാർത്ഥന കൂടാതെ ഒന്നും നടക്കില്ല. There is a witty saying, a part-time believer cannot defeat a full-time devil എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു അല്പസമയം അധ്വാനിക്കുന്ന ഒരു വിശ്വാസിക്ക് പൂർണ്ണ സമയം അധ്വാനിക്കുന്ന പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഇറ്റ് ഈസ് എ ഫാക്ട്. പലപ്പോഴും ബങ്ക് ചെയ്യാണ് പ്രാർത്ഥനയൊക്കെ. യു നോ വാട്ട്, നമ്മൾ പ്രാർത്ഥനയെ ബങ്ക് ചെയ്യുമ്പോൾ നമ്മെ തോൽപ്പിക്കാനുള്ള എതിരാളി കൂടുതൽ ശക്തനായി തീരുകയാണ്. പ്രാർത്ഥനയാലല്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, ഭക്തി കുറഞ്ഞു വരികയാണ്. 2 വാക്യങ്ങൾ വായിക്കുക. എബ്രായർ 11:6. അവിടെ നാം വായിക്കുന്ന അത് 2 വാക്യം നമ്മൾ 11:6 നമ്മൾ വായിച്ചു. 11:13 നമ്മൾ വായിച്ചു. 2 തിമോത്തിയോസ് 4:7. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ്. വിശ്വാസം കാക്കണം നമ്മൾ. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവഭക്തിയാണ്. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവവചനമാണ് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വിശദമായി പിന്നീട് പഠിക്കും. ആകയാൽ വിശ്വാസം നിലനിർത്തണമെങ്കിൽ വചനം പഠിക്കേണ്ട ആവശ്യം ശരിക്കുണ്ട്. ആകയാൽ മത്തായി 7:24. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു.
വചനം പഠിക്കാതെ ദൈവത്തിന്റെ ഭക്തനായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവവചനത്തിന്മേലാണ് നമ്മുടെ വിശ്വാസം പണിയേണ്ടത്. അത് പ്രായോഗികമാക്കണമെങ്കിൽ, ഈ വചനത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഭക്തന്മാരായിരിക്കണമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോബിന്റെ പുസ്തകം 9:31, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും യോഹന്നാൻ 9:31, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. ശ്രദ്ധിക്കുക, ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ആരുടെ പ്രാർത്ഥനയാ ദൈവം കേൾക്കുന്നേ? ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ. യാക്കോബ് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, അഥവാ യാചിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അതെന്താ? വല്ലാതെ യാചിക്കുന്നുണ്ട്. എന്തീ വല്ലാതെ യാചിക്കുക? അവിടെ എഴുതിയിട്ടുണ്ടത്, നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയില്ല. പ്രാർത്ഥന മുഴുവൻ എന്തിനു വേണ്ടിയാ? ഭക്തിക്ക് വേണ്ടിയല്ല, മറ്റു പലതിനും വേണ്ടിയാ. അതുകൊണ്ട് എന്താ പറ്റുന്നത്? നിങ്ങൾ യാചിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഭക്തനായിരിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. അതെന്താ? ഭക്തൻ ആവശ്യമുള്ളതേ പ്രാർത്ഥിക്കൂ. അവന്റെ അപ്പന്റെ സ്വഭാവം അവന് നന്നായിട്ട് അറിയാം. പറഞ്ഞു മനസ്സിലായല്ലോ? ദൈവഭക്തന് അവന്റെ അപ്പന്റെ സ്വഭാവം ശരിക്കറിയാം, ദൈവത്തിന്റെ സ്വഭാവം അറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അറിയാം. അങ്ങനെയുള്ള പ്രാർത്ഥനയെ കഴിക്കൂ. ജങ്ക് ഫുഡ് മേടിച്ചു തരാത്ത ഒരു അപ്പനോട് മക്കള് പോയി പിസ്സ മേടിച്ചു തരാൻ പറയില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? ഹെൽത്തി ഫുഡേ ചോദിക്കൂ. ഭക്തൻ ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുന്നവനായിരിക്കും. സങ്കീർത്തനങ്ങൾ 33:18, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലെ ദൈവത്തിന്റെ GPS ആരുടെ മേലെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യ ഉത്തരവുണ്ട്, ഭക്തന്റെ മേലെ. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട്. എന്താ അറിയോ? നമ്മൾ പാടാറുണ്ട്, ഭക്തരിൻ വിശ്വാസ ജീവിതം പോലെ ഇത്ര ഭദ്രമാം ജീവിതം വരണ്ടോ. സത്യമാണത്. പക്ഷെ ആ പാട്ട് പാടുന്ന നല്ലൊരു പങ്ക് ആൾക്കാർക്ക് അത് പാടാനുള്ള യോഗ്യത ഇല്ല. എന്താണെന്നറിയോ? ഭക്തന്മാരല്ല. നമ്മളുടെ ഇടയിൽ പൊതുവെ വന്നിട്ടുള്ള ഒരു വലിയ തെറ്റുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളും ഭക്തന്മാരാണെന്നാ. അല്ല കേട്ടോ, അല്ല. വി ഹാവ് ടു വെരി മച്ച് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാ വിശ്വാസികളും ഭക്തന്മാർ അല്ല. എല്ലാ ഭക്തന്മാരും വിശ്വാസികൾ ആണ്, പക്ഷെ എല്ലാ വിശ്വാസികളും ഭക്തന്മാരല്ല. ഈ തിരിച്ചറിവ് ശരിക്കും നമുക്ക് വേണം. എന്നാൽ ഭക്തനാണ് ദൈവം അനുഗ്രഹങ്ങളെ കൊടുക്കുന്നത്. നിങ്ങൾ ബൈബിളിലെ പ്രോമിസസ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കിക്കോ. എല്ലാ പ്രോമിസും, നമ്മൾ ഈ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ഞാൻ കുറെ വാക്യങ്ങൾ വായിക്കും. അത് കൂടാതെ നിങ്ങൾ ബൈബിളിൽ എടുത്ത് വായിച്ചോ, ദൈവത്തിന്റെ 99% പ്രോമിസസും കൊടുത്തിരിക്കുന്നത് ഭക്തന്മാർക്കാണ്, അഥവാ അവനെ ഭയപ്പെടുന്നവർക്ക് ആണ്. എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട്, സങ്കീർത്തനങ്ങൾ 145:19, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഭക്തന്മാരുടെ ആഗ്രഹമാണ് ദൈവം സാധിപ്പിക്കുക. ഭക്തന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? യേശുവെ പോലെ ആകുവാൻ നമ്മൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിനെ പോലെ ആയിത്തീരുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ട് എങ്കിൽ, നമ്മൾ അതിനായിട്ട് വാഞ്ചിക്കുന്നുവെങ്കിൽ, ദൈവം ആ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ച് തരും. പ്രിയ ദൈവമക്കളെ, കേവലം ഒരു വിശ്വാസി ആയിരിക്കാതെ ക്രിസ്തുവിന്റെ ഒരു ഭക്തനായിട്ട് ഈ ഭൂമിയിൽ ഇനിയുള്ള കാലം, ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്, വളരെ ഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ, എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ പൊതുവായിട്ട് ഞാൻ പറയുക, ഇനിയുള്ള കാലം കർത്താവിനെ പോലെ ആയിത്തീരണമെന്നുള്ള ഒരു വാഞ്ചയോടുകൂടെ, ഒരു ആഗ്രഹത്തോടു കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് റീഓറിയന്റ് ചെയ്യാം, നമ്മുടെ ലക്ഷ്യങ്ങളെ ഒന്ന് കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ജീവിച്ചാൽ വിശ്വാസത്തിൽ ആരംഭിച്ച നമ്മുടെ യാത്ര വിശ്വാസത്തിൽ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഇന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച
വിഷയത്തിന്റെ ഒരു റീക്യാപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവഭക്തി എന്നുള്ള വിഷയം ദൈവവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെയധികം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ദൈവഭക്തിയുടെ അർത്ഥം, ഏറ്റവും ലളിതമായ അർത്ഥം ദൈവത്തോടുള്ള ഭയം എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ അല്പം കൂടെ വിശദമായിട്ടുള്ള അർത്ഥം ദൈവത്തിന്റെ ദിവ്യമായിരിക്കുന്ന സ്വഭാവ മഹിമകൾ ഒരു വ്യക്തി ദർശിക്കുമ്പോൾ അതിൽ ആകൃഷ്ടനായി തീരുകയും ദൈവത്തോട് നമുക്ക് ഉണ്ടാകുന്ന ആരാധനാ മനോഭാവമാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. പ്രായോഗികമായി ദൈവഭക്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം എങ്ങനെയുള്ളവനാണോ ആ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങൾ എന്നിൽ വേണം എന്നുള്ള വാഞ്ചയോടുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുന്നതാണ് ദൈവഭക്തി. അങ്ങനെ ജീവിക്കുന്ന ഒരുവൻ നിശ്ചയമായിട്ടും ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും അനുഗ്രഹിക്കപ്പെടും. കാരണം നമ്മൾ വിളിച്ചിരിക്കുന്ന വിളിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്നുള്ളത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദ വെരി പർപ്പസ് ഓഫ് അവർ ഗോഡ്. ആ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം ശരിക്കും. അത് ഇവിടെ വെച്ച് തന്നെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ദൈവത്തിന് ഏറ്റവും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന പാത്രങ്ങളായിട്ട് നമ്മൾ മാറും. എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ വേണ്ട പോലെ ഫലപ്രദമാകാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: ദൈവത്തിന് ഉപയോഗിക്കുവാൻ പറ്റിയ പാത്രമായിട്ട് ഞാൻ തീരുന്നില്ല എന്നുള്ളതാണ്. ദൈവം, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. ഗ്രഹവിചാരകന്മാരിൽ അവൻ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. വിശ്വസ്തത നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒരു മടിയും ഇല്ല. എന്നാൽ നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മളെ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ഭൂമിയിൽ അത് അനുഗ്രഹമാണ്. മാത്രമല്ല വരാനുള്ള ലോകത്തിൽ അത് നമുക്ക് അനുഗ്രഹമാണ്. കാരണം അവന്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരായി നമ്മളുടെ വ്യക്തിത്വത്തെ ഇവിടെ മോൾഡ് ചെയ്തെടുത്താൽ ഈ വ്യക്തിയെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്നും നമ്മൾ ഇവിടെ നിന്നും കൊണ്ടുപോകും. അപ്പോൾ നിശ്ചയമായിട്ടും വി ആർ പ്രിപ്പയർഡ് ടു സെർവ് ലിവിംഗ് ഗോഡ്. അതാണ് അതിന്റെ സത്യം. നമ്മൾ നമ്മുടെ വ്യക്തിയെ ഇവിടെ വെച്ച് മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ദൈവത്തെ സേവിക്കുവാനായിട്ടുള്ള വ്യക്തികളായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് അവനെ സേവിക്കുവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവത്തെ സേവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവമക്കൾ എന്നുള്ള വിഷയം എടുക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കും. എങ്കിലും ഞാൻ അതിന്റെ ഒരു മുഖവുര എന്നുള്ള അളവിൽ പറയുകയാണ്. ദൈവം ഇന്ന് അനേക മക്കളെ ഉണ്ടാക്കുന്ന പ്രക്രിയയിലാണ്. തന്റെ മകന്റെ രൂപം പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. ആ ഒരു പ്രോസസ്സിലാണ് ദൈവം ഇന്ന് ആയിരിക്കുന്നത്. ആ പ്രോസസ്സിനോട് നാം സഹകരിച്ച് ആ രൂപം നമ്മളിലേക്ക് നാം എടുക്കുമ്പോൾ അവനോടൊപ്പം ദൈവത്തെ സേവിക്കുവാനുള്ള ഒരു വലിയ ആർമിയായിട്ട് നാം തീരുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൈക്കീഴിൽ, രാജാധിരാജാവും കർത്താധി കർത്താവുമായിരിക്കുന്നതിന്റെ കൈക്കീഴിൽ വരുവാനുള്ള ലോകത്തെ ഭരിക്കുവാനുള്ളവർ നമ്മളാണ്. ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നു. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെയുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു: അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. അതുകൊണ്ട് അവന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകും. എന്നിട്ട് അതിന് താഴെ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്: അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ നിർമ്മലീകരണം നമ്മിൽ നടക്കണം, അവനെ പോലെ ആയിത്തീരാൻ. എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായിട്ട് ഞാൻ എന്നെ തന്നെ അവന്റെ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. അത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് എന്തുകൊണ്ട് ദൈവഭക്തി അനിവാര്യമാണ്, അഥവാ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത്
വിശ്വാസത്തിൽ നമ്മൾ യാത്ര ആരംഭിച്ച് വിശ്വാസത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കർത്താവ് മടങ്ങി വരുന്നുവെങ്കിൽ എടുക്കപ്പെടേണ്ടതാണ്. ഈ യാത്ര ദൈവവചനപ്രകാരം വിശ്വാസത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ ദൈവഭക്തി എന്നുള്ള വിഷയം നമ്മൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കോംപ്രമൈസിങ് ക്രിസ്ത്യൻ വിൽ നെവർ അച്ചീവ് ഹിസ് ടാസ്ക്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കോംപ്രമൈസ് ചെയ്യാത്ത, വിട്ടുവീഴ്ചകൾക്ക് വിധേയനാകാത്ത ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ വിശ്വാസത്തിന്റെ ഓട്ടം പൂർണ്ണതയോടെ ഓടിത്തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ദൈവകൽപ്പന ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ദൈവവചനത്തിൽ ആണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ, അഥവാ വിശ്വാസം കാക്കണമെങ്കിൽ ഭക്തനായിരിക്കണം. ഇല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ നമ്മെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വീണും എഴുന്നേറ്റുമുള്ള ഒരു യാത്രയായിരിക്കും. എന്നാൽ ഭക്തൻ അവൻ കൺസിസ്റ്റന്റ് ആയിട്ട്, അതാണ് സ്ഥിരതയോടെയുള്ള ഓട്ടം എന്ന് പറയുന്നത്. ആ സ്ഥിരതയോടുള്ള ഓട്ടം വേണമെങ്കിൽ, ആ ഓട്ടം ഓടണമെങ്കിൽ ഭക്തനായിരിക്കണം. കാരണം അവൻ ഒരിക്കലും കോംപ്രമൈസസിന് തന്നെ വിധേയനാക്കുകയില്ല. അവന്റെ നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്റെ കർത്താവിനെ പോലെ ആകണമെന്ന്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അതിനോടുള്ള ബന്ധത്തിൽ പല വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിക്കുകയുണ്ടായി. തുടർന്ന് 2-3 വാക്യങ്ങൾ വായിക്കാം. ഒരു 3-4 വാക്യങ്ങൾ കൂടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 34:9 ശബ്ദം ഉയർത്തി ആർക്കെങ്കിലും വായിക്കാം. അത് മതി. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഇവിടെ ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കേവലം ഭൗതിക കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ഒരു ദൈവഭക്തൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ ചിന്തിച്ചതുപോലെ അവന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. അതെന്താ? യേശുവിന്റെ സന്നിധി. അവനെ പോലെ ആകണം. അതാണ് എന്റെ വാഞ്ച. അവന് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം അവനോട് കൂടെ നടന്ന് അവന്റെ ലക്ഷ്യം സാധിക്കുവാൻ അവനെ സഹായിക്കുന്നു. അവൻ ഇടർച്ച വെക്കുന്നവരെ വഴിയിൽ നിന്ന് മാറ്റി ദൈവത്തിന്റെ വഴിയിൽ തന്നെ ജീവിക്കുവാൻ അവനെ സഹായിക്കും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പരീക്ഷയിൽ വീഴാതെ എന്നെ കാത്തുകൊള്ളണമേ. കാരണം പരീക്ഷകളാണ് വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ നമ്മെ നിർബന്ധിക്കുന്ന ഘടകങ്ങൾ. ആ പരീക്ഷകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി തരികയും അവനെ അതിൽ നിന്ന് വിടുവിക്കുകയും അവന് നീക്കുപോക്കുകളെ ദൈവം നൽകും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ഓട്ടം ഓടി തീർക്കുവാൻ അവന് സാധിക്കും. ഞാൻ അതിനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. സാധാരണഗതിയിൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പോൾ എല്ലാ കീറാമുട്ടികളും അവിടെ ഉണ്ടാകും. സ്വതവേ ഉള്ളതാണത്. അപ്പോ നമ്മൾ കോംപ്രമൈസസ്, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഒരു പരിധി വരെ അവിടെ നമ്മളെ പിശാചായിരിക്കുന്ന എതിരാളി പ്രലോഭിപ്പിക്കും. കൈക്കൂലി കൊടുക്കാൻ തോന്നിപ്പിക്കും. അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്നവരവിടെ കാണും. റെക്കമെൻഡേഷൻസ് കൊണ്ട് കാര്യങ്ങൾ നടത്താൻ, ഇങ്ങനെ പല ഒത്താശകൾ അവൻ ചെയ്തു തരും. ചിലർ അതിൽ വീണു പോവുകയും ചെയ്യും, വിശ്വാസികളടക്കം. മനസ്സിലായല്ലോ? എന്നാൽ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ കരം അവിടെ ചലിപ്പിക്കും. അവൻ ഒരു അനീതിയും ചെയ്യാതെ, ഒരു അന്യായവും ചെയ്യാതെ അവിടെ നിന്നും അവൻ ആവശ്യം നിറവേറ്റി പുറത്തു കിടക്കും. അത് ദൈവത്തിന്റെ കരമായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായില്ല? ഇതാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ എന്നുള്ളത്. അത് നമ്മൾ കൈവശമാക്കേണ്ടത് ഭക്തരായിട്ടാണ്. ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരിക്കലും ഉത്തരം കൊടുക്കാതെ ഇരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. മുട്ടില്ല എന്ന് പറഞ്ഞ ഒന്നും അവന് ആവശ്യമായി അവന് ആവശ്യമുള്ളതൊക്കെ ദൈവം കൊടുക്കുമെന്നാണ് ആ പറഞ്ഞ വാഗ്ദത്തത്തിന്റെ അർത്ഥം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 147:11. 147:11. യഹോവ പ്രസാദിക്കുന്ന ചില വ്യക്തികൾ ആരാണ്? തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? ഉത്തരം, അവനെ ഭയപ്പെടുക, അഥവാ അവന്റെ ഭക്തനായി ജീവിക്കാൻ
മനസ്സ് വയ്ക്കുക. ദൈവം നമ്മിൽ പ്രസാദിക്കും. നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും അവൻ ചെവി തരും എന്നുള്ളത് എന്റെ സാക്ഷ്യം. അത് ഞാൻ പിന്നീട് സമയാസമയങ്ങളിൽ പറഞ്ഞുകൊള്ളാം. ദൈവം എന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നുള്ളത് അത് പിന്നീട് ഞാൻ പറയുന്നതാണ്. പക്ഷെ എനിക്ക് ഉറപ്പോടുകൂടെ പറയാൻ പറ്റും, യഹോവ നമ്മോട് അടുത്തിരിക്കണമെങ്കിൽ, അഥവാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ട് ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവന്റെ ഭക്തനായിരിക്കുക എന്നുള്ളത്. അത് ദൈവത്തിന്റെ പ്രോമിസ്. ദൈവം നമ്മളോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അവന് നമ്മളോട് സഹിത്വം ആഗ്രഹമുള്ളവനാണ്. അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ ദൈവം പറയുന്ന അവൻ എന്റെ സ്നേഹിതനാണെന്നല്ല, എന്റെ ദൈവത്തിന്റെ സ്നേഹിതനാണ്. ലോത്തിന്റെ നിമിത്തം, ലോത്തിനെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ബാർഗൈനൊക്കെ നടക്കുന്നത്. അഥവാ സോദോം ഗൊമോറ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ട് ഐ വിറ്റ്നസസിന് വേണ്ടി 2 ദൂതന്മാരെ അങ്ങോട്ട് അയക്കുമ്പോൾ അബ്രഹാമിനോട് താൻ പറയുന്ന, അല്ലെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് താൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ അബ്രഹാമിനെ അറിയിക്കാതിരിക്കും. ദൈവം അറിയിച്ചില്ലെങ്കിൽ ഇപ്പൊ അബ്രഹാം ആരാ? അബ്രഹാം ഒരു മനുഷ്യനാണ്, ദൈവം ദൈവമാണ്. പക്ഷെ ദൈവം പറയാം, ഞാൻ എങ്ങനെയാ അവനെ അറിയിക്കാതിരിക്കുന്നത്? അവനെന്റെ സ്നേഹിതനാണ്. നാളെ അവൻ ചോദിച്ചാലോ? അങ്ങനെ അബ്രഹാം ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. സ്നേഹിതന്മാര് അങ്ങനെയാണ്. കൂടെ നടക്കുന്നവൻ ഒരു കാര്യം ചെയ്ത് ഞാൻ നാളെ കാണുമ്പോൾ ചോദിക്കണം, നീ എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ നിന്റെ സ്നേഹിതനല്ലേ? അബ്രഹാം അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ടൊന്നുമല്ല. പക്ഷെ ദൈവം പറയുക, ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ അവനറിയാതെ. ഇതാണ് നമ്മുടെ ദൈവം. അവൻ നമ്മോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവനും നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവനുമാണ്. അവൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നവനും. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അപ്പസ്തലന്മാരെ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക പദം മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. തന്നോട് കൂടെ ഇരിപ്പാനും. ശ്രദ്ധിക്കുക, തന്നോട് കൂടെ ഇരിക്കുവാൻ. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. തന്നോട് കൂടെ ഇരിക്കണം. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ തന്നോട് കൂടെ ഇരിക്കും. അപ്പോൾ നമ്മൾക്ക് അവനോട് ആക്സസ് ഉണ്ട്. പക്ഷേ അവൻ നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ, അവൻ നമ്മോട് കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം. എങ്കിൽ അവൻ നമ്മെ കേൾക്കണം. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 2 പത്രോസ് 1:3. 2 പത്രോസ് 1:3. നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. എന്തൊക്കെ ദാനം ചെയ്തിട്ടുണ്ട്? ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും. ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഭക്തനായിട്ട് ജീവിക്കേണ്ടതിന് എല്ലാം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതെങ്ങനെ സാധിക്കുമെന്നും അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ് ആ റിസർച്ച്? അവനെ കുറിച്ചിട്ടുള്ള പരിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. എന്റെ ദൈവം ആരാണ്? ഞാൻ സേവിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ്? എന്തൊക്കെയാണ് അവന്റെ ഗുണവിശേഷങ്ങൾ? വാട്ട് ഈസ് ഹിസ് ക്യാരക്ടർ എന്നുള്ളത് ഞാനൊന്ന് റിസർച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ആ രൂപത്തോടാണ് നാം അനുരൂപരാകേണ്ടത്. അപ്പോൾ അവനെ നാം ദർശിക്കും തോറും, അതാണല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലവും ഛേദമെന്ന് എണ്ണുന്നു. ഞാനൊരു കാര്യം പറയാം എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ, നമ്മുടെ കർത്താവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ നാം മനസ്സിലാക്കും തോറും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരേ ഒരു വാഞ്ച, എനിക്ക് അവനെ പോലെ ആയിത്തീരണം എന്നുള്ളതാണ്. ഈ കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ അവനെ പോലെ ആയിത്തീർന്നാൽ, ദൈവവചനം പറയുന്ന ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. നമ്മളുടെ ഉള്ളിലെ മനുഷ്യൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാനത് പറയുമ്പോൾ ഒരു അതിശയോക്തിയായിട്ട് തോന്നരുത്. അകത്തെ മനുഷ്യൻ ദൈവത്തെ പോലെ ആകും തോറും നമ്മൾ ആത്മീകമായി തൃപ്തിയുള്ളവരായി തീർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം തൃപ്തിയുള്ളതായിരിക്കും. ലോകം തരാത്ത വലിയ സമാധാനം
നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഞാൻ അതിന് ചെറിയ ദൃഷ്ടാന്തം പറയാം. നമ്മൾ ഒരു ദിവസം ദൈവസന്നിധിയിൽ നിരന്തരമായി ചെയ്യുന്ന പ്രാർത്ഥന കഴിച്ചില്ല എങ്കിൽ അന്ന് മുഴുവൻ അത് നമ്മളെ ദുഃഖിപ്പിക്കും, അന്ന് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണോ എന്ന് ഒന്ന് പരിശോധിക്കണം കേട്ടോ. അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്കില്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ശരിയല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അകത്തെ മനുഷ്യൻ എൻ്റെ അപ്പനോട് ചേരുവാൻ കാംക്ഷയുള്ളവനാണ്. അകത്തെ മനുഷ്യൻ അതിന് ഞാൻ വീഴ്ച വരുത്തുമ്പോൾ എൻ്റെ ഉള്ളം ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കും, ദുഃഖിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ അവന്റെ സന്നിധിയിൽ പോകുമ്പോൾ മേധസ് കൊണ്ട് എന്ന പോലെ എൻ്റെ ഉള്ളം തൃപ്തി വന്നതായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അപ്പോൾ കർത്താവിനെ നാം അറിയുമ്പോൾ നമ്മുടെ ഉള്ളം ഏറ്റവും സാറ്റിസ്ഫൈഡ് ആകും. അതിനുള്ളതൊക്കെ ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. എക്ലീഷ്യാസ്റ്റസ്, അതായത് സഭാപ്രസംഗി 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. വേണ്ടുന്നത് എനിക്ക് സഭാപ്രസംഗി എന്ന പുസ്തകം വളരെ ഇഷ്ടമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതൊരു റിസർച്ച് പേപ്പറാണ്. ഡോക്ടറേറ്റ് എടുത്തുള്ളവർക്ക് അറിയാതെ ഒരു വലിയ പഠനം നടത്തി ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ ഒരു തീസീസ് എഴുതി നമുക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവസാനം അതിന്റെ സമ്മറി എഴുതിയിരിക്കുകയാണ്. എന്താണ്? എല്ലാറ്റിന്റെയും സാരങ്ങൾ. ഈ ഒരു വാക്കെടുത്ത് വായിച്ചാൽ തന്നെ ആ തീസീസിന്റെ ഫുൾ അർത്ഥം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകും. ഒരു റിസർച്ച് ചെയ്തിട്ട് ശലോമോൻ രാജാവ് എഴുതി നമുക്ക് തരികയാണ്. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക: ദൈവത്തെ ഭയപ്പെട്ടുക. അതാവുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അതെന്താ? അവൻ സകലത്തെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. എന്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ഏറ്റെടുക്കണം. ഇത് നമ്മൾ ഏറ്റെടുക്കണം. അതെന്താ? അതാണ് ജ്ഞാനിയിൽ ജ്ഞാനിയായവൻ നൽകുന്ന അഡ്വൈസ്. വളരെ ജ്ഞാനിയായിരുന്നു ശലോമോൻ. അവന്റെ കാലഘട്ടത്തിൽ അവന് തുല്യനായിട്ട് ആരുമില്ല. കർത്താവ് പറഞ്ഞു, എന്നെ പോലെ ജ്ഞാനമുള്ള വേറെ ആരും ഉണ്ടാവില്ല അപ്പാർട്ട് ഫ്രം അവർ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ജ്ഞാനത്തിന്റെ മൂർത്തിഭാവമായിരിക്കുന്നവൻ ഒഴികെ വേറെ ഒരു മനുഷ്യനും ഇത്രയും ജ്ഞാനമുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവഭയത്തിൽ ജീവിച്ചുകൊള്ളുക. കാരണം ദൈവം സകലത്തെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. അന്ന് നമ്മൾ ബലമുള്ള കൈയുള്ളവരായിട്ടിരിക്കണമെങ്കിൽ, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന ആളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ എന്ന് നമ്മള് പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. നിന്റെ കൈ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ബലമുള്ള കൈയുള്ള ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. അവർ ആരാണെന്ന് ചോദിച്ചാൽ ദൈവഭക്തന്മാരായിരിക്കുന്നവർ. കാരണം ഒരു വിട്ടുവീഴ്ചയും ദൈവത്തെ അപമാനിക്കുന്ന രീതിയിലോ അനുസരിക്കാത്ത രീതിയിലോ അവർ ചെയ്യില്ല. അവരുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ ട്യൂൺ ആയിരിക്കും. അതാണ് അതിന്റെ സാരം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ വിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച് വിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്ന ഈ യാത്രയുടെ മധ്യേ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ there is only one way. ഒരേ ഒരു മാർഗം, അത് ദൈവഭക്തനായി ജീവിക്കും എന്നുള്ളത് മാത്രമാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും, വിശ്വാസികൾ അടക്കം, അല്ലേ? നമ്മള് കൊരിന്ത്യർ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് നമ്മളുടെ അധ്വാനം വെറുതെ ആയില്ല എന്ന് വരേണ്ടതിന് നമ്മളെല്ലാവരും ദൈവഭക്തന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പല പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത്, പല ശുശ്രൂഷകളും നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ സ്കെയിലിൽ വേണ്ട പോലെ വിലയുള്ളതായി തീരണമെന്നില്ല. എന്താ കാരണമെന്നറിയാമോ? അവനെ സേവിക്കുന്നവർ ഒന്നാമത് അവനെ പോലെയുള്ളവർ
ആയിരിക്കണം. എനിക്ക് എൻ്റെ ഉള്ളിൽ തെറ്റായ ഉദ്ദേശ്യം വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാം. അതേസമയം ദൈവത്തെ പോലെ നല്ല മനസ്സുള്ളവനായിട്ടും എനിക്ക് ഒരു കാര്യം ചെയ്യാം. ദൈവം കണക്ക് തീർക്കുന്ന നാളിൽ, ആ ലിറ്റ്മസ് ടെസ്റ്റ് ചെയ്യുന്ന നാളിൽ എൻ്റെ ഉള്ളാണ് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ ചെയ്തതിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? അന്ന് ഇതിനെയാണ് തീ കൊണ്ട് പരിശോധന കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് പ്രശംസ കിട്ടണമെങ്കിൽ ഒരു ഭക്തന് മാത്രമേ അന്ന് പ്രശംസ കിട്ടൂ. അത് മറക്കരുത്. അതെന്താ? അവന്റെ മനസ്സിൽ ഒരു രീതിയിലുള്ളതായ കയ്പോ വെറുപ്പോ വിദ്വേഷമോ മറ്റുള്ളവരുടെ താഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമോ ഇല്ലാതെ ദൈവസ്നേഹം മാത്രം പുറത്തേക്ക് വരുന്നത് കൊണ്ട് അവന്റെ പ്രവൃത്തി ദൈവത്തിന്റെ തുലാസിൽ വിലയുള്ളതായിരിക്കും. ഇത് ഞാൻ പറയുന്നത് സൂക്ഷിക്കണം. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, ആ ദിവസം തീ കൊണ്ട് വെളിപ്പെട്ടു വരുമെന്നാണ്. തീ കൊണ്ട് തന്നെ അതിനെ പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഭയപ്പെടേണ്ട ഒരു പ്രസ്താവനയാണ്. ഇവിടെ മനുഷ്യർ കാണുന്നില്ല നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ചേതോവികാരങ്ങൾ. പക്ഷെ നിശ്ചയമായും ദൈവം അത് വെളിപ്പെടുത്തും. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് വെളിപ്പെടാതെ ഒന്നും ഇരിക്കുകയില്ല, എല്ലാം വെളിപ്പെടും. രഹസ്യത്തിൽ പറഞ്ഞത് ഉറവുകളിൽ നിന്ന് പ്രസ്താവിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാം വെളിപ്പെടും. നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകൾ വരെ ദൈവം വെളിപ്പെടുത്തും. സദൃശവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. സദൃശവാക്യ സഭാപ്രസംഗിയിലാണെന്ന് തോന്നുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അവന്റെ ഉള്ളിലുള്ളതൊക്കെ ഈ ആത്മാവിനെ കൊണ്ട് ദൈവം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവിനെ മരിക്കുമ്പോൾ ദൈവം അങ്ങോട്ട് എടുക്കും, ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പോലെ. ഞാൻ പറയുന്നത് മനസ്സിലായോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശോധന ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ആത്മാവ് മരിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകും. അന്ന് അത് ഡീകോഡ് ചെയ്യുമ്പോൾ, ഞാൻ അങ്ങനെ പറയാം, ഡീകോഡ് ചെയ്യുമ്പോൾ ഒരു രഹസ്യവും വെളിപ്പെടാതിരിക്കുകയും. അത് നമ്മുടെ കൺട്രോളിലും അല്ല, അത് ദൈവത്തിന്റെ കൺട്രോളിലാണ്. പറഞ്ഞു മനസ്സിലായോ? ഒന്നും രഹസ്യമായിട്ട് ഇരിക്കുകയില്ല പ്രിയമുള്ളവരെ, എല്ലാം വെളിച്ചത്ത് വരും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ യാത്ര നമ്മൾക്ക് ചെയ്യണമെങ്കിൽ there is only one way, godliness. There is only one way, godliness. ഭക്തൻ മാത്രം താൽക്കാലികമായ മെച്ചങ്ങൾക്ക് വേണ്ടി ദൈവ സ്വഭാവത്തെ തള്ളിക്കളയുകയും, കാരണം അവന്റെ ഉള്ളിലുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം ദൈവത്തെ പോലെയായി തീരണമെന്നാണ്. അവൻ വ്യാജം കാണിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ യാത്ര നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ ദൈവഭക്തി ആവശ്യമാണ്. 2 കൊരിന്ത്യർ 5:10 കൂടെ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5:10 വളരെ കൃത്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും കൊള്ളരുതാത്തതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതുണ്ട്. ആ വാക്ക് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം, തക്കവണ്ണം. നമ്മൾക്ക് ഒരിക്കലും അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടില്ല. അൺഡ്യൂ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അനർഹമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കയില്ല. പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇതൊക്കെ കിട്ടുകയുള്ളൂ നമ്മളുടെ റിവാർഡ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സീറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇത് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാനായിട്ട്, അല്ലെങ്കിൽ സമ്മാനങ്ങൾ, അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നൽകുവാനുള്ള സീറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ദൈവം നീതിയുള്ളവനാണ്. ദൈവത്തിന്റെ പരിജ്ഞാനം എനിക്ക് വേണമെന്ന് പറഞ്ഞ് സകലത്തെയും ഛേദമെന്നും ചവറുമെന്നും എണ്ണിയ പൗലോസിന് കിട്ടുന്ന അനുഗ്രഹം താൽക്കാലികമായ നന്മകൾക്ക് വേണ്ടി ദൈവത്തെ ത്യജിച്ചു കളയുന്നവർക്ക്, ദൈവകൽപ്പനകളെ നിരസിക്കുന്നവർക്ക് കിട്ടുകയില്ല പ്രിയമുള്ളവരെ, കിട്ടുകയില്ല. അങ്ങനെ ചെയ്താൽ ദൈവം അനീതിയുള്ളവൻ ആയിരിക്കും. നമ്മൾ പലപ്പോഴും വിശ്വാസികള് ഇക്കാര്യത്തിൽ വളരെ ഇഗ്നറന്റ് ആണ്. ശരിക്കും പറഞ്ഞു വളരെ ഇഗ്നറന്റ് ആണ്, വളരെ ലാഘവ ബുദ്ധിക്കാരാ.
അതൊക്കെ അവിടെ ചെല്ലുമ്പോ കാണാമെന്ന് പറയുന്ന പോലെയാണ്. അതൊക്കെ അവിടെ ചെല്ലുമ്പോ കാണാം. ഞാനൊരു കാര്യം പറയാം, അവിടെ ചെന്നൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ. ഇവിടെ വെച്ച് കാര്യങ്ങളെ സെറ്റിൽ ചെയ്തു. അവിടെ ചെന്നിട്ടൊന്നും കാണാനില്ല. നമ്മൾ മരിച്ച് കണ്ണു തുറക്കുന്നത് കർത്താവിന്റെ മുമ്പാകെ പ്രതിഫലം വാങ്ങാൻ നിൽക്കാനാണ്. അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ അത് ചെയ്തുകൊള്ളും. അതാണ് ശലോമോൻ പറഞ്ഞത്. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ എന്ന വിഷയങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ദൈവഭക്തി എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവഭക്തി എന്തുകൊണ്ട് അനിവാര്യമാണ്, അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ല എന്നുള്ളത് കണ്ടു. ഇനി ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് ക്വിക്കായിട്ട് കാണാം. ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ ഞാൻ വളരെ കുറച്ച് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മൊത്തം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നൊരു വലിയ സ്റ്റഡിയാണ്. അതിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 9 കൂട്ടം കാര്യങ്ങൾ. അത് നമുക്കൊന്ന് നോക്കാം. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തികൾക്ക് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. നെഹമ്യാവ് 1:11. നെഹമ്യാവ് 1:11. അതെ, നെഹമ്യാവിന്റെ ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചത്. നെഹമ്യാവ് രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. നെഹമ്യാവ് വളരെ ദുഃഖിതനായിട്ടാണ് അന്ന് കാണപ്പെട്ടത്. അപ്പോ നോർമലി അങ്ങനെ രാജസേനയിൽ നിൽക്കാൻ പാടില്ല. കാര്യം അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. രാജാവിന് അത് അനിഷ്ടമായി തോന്നി അതോടുകൂടെ ജോലി അവസാനിക്കും, ചിലപ്പോൾ തലയും പോകും. അതാണ് അവരുടെ സ്വഭാവം. എന്നാൽ ഈ മനുഷ്യൻ ദൈവഭക്തനായിരുന്നു. അത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിന്നെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥന. അപ്പൊ നമുക്കറിയാം നെഹമ്യാവ് ദൈവത്തെ വളരെ ഭയപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഈ ഭയമുള്ള ദൈവഭക്തനായിരിക്കുന്ന നെഹമ്യാവ് ദൈവത്തോട് ഒരു പ്രാർത്ഥന കഴിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രാജാവ് പറഞ്ഞു, എന്റെ മുഖം ഇങ്ങനെ പാടിയിരിക്കുന്നത് എന്താ, ഇത് മനസ്സിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ നെഹമ്യാവയ്ക്കും ആയിട്ട് ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ ഈ മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് ദയ ലഭിക്കണം. നിങ്ങൾക്കറിയാം, ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തോട് നെഹമ്യാവ് കഴിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഇൻസ്റ്റന്റ് ആയിട്ട് ഉത്തരം നൽകി. നെഹമ്യാവ് പറഞ്ഞു, ഞങ്ങളുടെ പട്ടണം മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ്, ഞങ്ങളാകെ അപമാനിതരായിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയാണ്. രാജാവിന്റെ ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടേ പറയും. അവൻ പറഞ്ഞു, എനിക്ക് പോകണം. വളരെ താൻ പാനപാത്രവാഹകനാണ്, തനിക്ക് ഇഷ്ടപ്പെട്ടവനാണ്. പക്ഷെ താൻ പറയും, എനിക്ക് കുറച്ചു നേരം വിട്ടു പോകണം. രാജാവ് അത് അപ്രൂവ് ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, നമ്മളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇൻസ്റ്റന്റ് ആയി. അതെന്താ? ഭക്തന്മാരുടെ മേൽ താൻ കണ്ണുവെച്ച് ഇരിക്കുകയാണ്. അവരുടെ ആഗ്രഹങ്ങൾ, ദൈവഹിത പ്രകാരമുള്ള അവരുടെ ആഗ്രഹങ്ങളെ ദൈവം നടത്തി കൊടുക്കും. നെഹമ്യാവ് പ്രാർത്ഥിച്ചത് തന്റെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ദൈവജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, യെരൂശലേമിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നു തന്റെ അപേക്ഷ. ദൈവം ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉത്തരം. മറ്റു അനേക വാക്യങ്ങളുണ്ട്, എന്നാൽ എല്ലാ വാക്യങ്ങളും ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഒന്നാമത്തെ അനുഗ്രഹം ഒരു ഭക്തന് ലഭിക്കുന്നത്, അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേട്ട് വേഗത്തിൽ ഉത്തരം നൽകും. അത് ജീവിതത്തിൽ അനേക വട്ടം ഞാൻ അനുഭവിച്ചിട്ടുള്ള സത്യം. അത് ഒരു വട്ടമല്ല. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും ഇത് എന്നെ തന്നെ ഞാൻ വലിപ്പമാക്കാണെന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ നമുക്കുള്ള പ്രൊവിഷൻസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അതിന് മാത്രം വലിയ ആളായിട്ട് ഞാൻ എന്നെ കുറിച്ച് നിരൂപിക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഐ എം സ്റ്റിൽ ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കിവിടെ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. പീച്ചി ഡാം തുറന്നു വിട്ട് ആകെ പ്രശ്നമായി. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഭാഗം, ഞാൻ താമസിക്കുന്ന അല്പം ഉയർന്ന പ്രദേശമാണ്, അതുകൊണ്ട് അവിടേക്ക് വെള്ളം കയറുകയില്ല. ഞങ്ങൾ താഴെ വരെ വെള്ളം എത്തി.
പല വീടുകളിലൂടെ വെള്ളം കനാല് കവിഞ്ഞൊഴുകിയിട്ട് വീടുകളുടെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകുന്നത്. പറഞ്ഞു മനസ്സിലായി? അത്രമാത്രം വഷളായി അവിടെ കാര്യങ്ങൾ. അന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ വണ്ടിയും കൊണ്ടൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ സർവത്ര നാശമാണ് അവിടെ മുഴുവൻ. ആളുകള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മഴ നിൽക്കുന്നുമില്ല. ബീച്ച് ഡാം തുറന്ന് 6 ഇഞ്ച് തുറക്കുമെന്ന് പറഞ്ഞ് 72 ഇഞ്ച് വരെ 6 മണിക്കൂർ കൊണ്ട് കൂട്ടി. സകല ഇടത്തും വെള്ളം കയറി. നശിച്ചുകൊണ്ടിരിക്കുക. ഇടിവിൽ നിൽക്കണം ആ സമയത്ത് നമ്മൾ. അതെന്താ? മറ്റാരുടെയും പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നതിലുപരി നമ്മുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കും. നിങ്ങൾക്കറിയാമോ, അന്ന് 10 പ്രാവശ്യം, ഞാൻ എക്സാഗ്രേറ്റ് ചെയ്യല്ല, 10 പ്രാവശ്യം ക്ലൗഡ്സ് വന്നപ്പോഴൊക്കെ ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. 10 പ്രാവശ്യവും ദൈവം ക്ലൗഡ്സിനെ മാറ്റി തന്നു. 10 പ്രാവശ്യവും ദൈവം മഴ പെയ്ച്ചില്ല. ആ ദിവസം മുഴുവനും മഴ പെയ്തില്ല. എന്താ കാരണമെന്നറിയാമോ? എന്റെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയാ? അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പാവപ്പെട്ട കർഷകർ അവിടെ ധാരാളമുണ്ട്. അവരുടെ നിത്യവൃത്തി മുഴുവൻ പോകും. അവരെ ഓർത്ത് ഇടിവിൽ നിൽക്കണം. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുമെന്നുള്ളത് 100% ഉറപ്പാ എനിക്ക്. അതുകൊണ്ട് മാത്രമല്ല, ഇതിനു മുമ്പും അതിന് ശേഷവും ദൈവം ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തിരിക്കുമ്പോൾ, ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അതിന്റെ കാരണം ദൈവം വിശ്വസ്തൻ. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ വിഷയം മറക്കരുത്. ദൈവഭക്തരായിരിക്കുക, പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. രണ്ടാമത്തെ കാര്യം, സങ്കീർത്തനം 111 5-ാം വാക്യം. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. ദൈവം നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ തക്ക സമയത്ത് നടത്തിത്തരും. തക്ക സമയത്ത് അത് നടത്തിത്തരും. അതെന്തുകൊണ്ടാ? ഞാൻ ഭക്തനാണെങ്കിൽ. ഭക്തന്റെ ആവശ്യങ്ങൾ ദൈവം നടത്തുമെന്ന് ദൈവം പറയുകയാണ്. എന്നിട്ട് അവിടെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു, നോക്കുക, അവൻ തന്റെ നിയമത്തെ ഓർക്കുന്നു. ദൈവത്തിനൊരു നിയമമുണ്ട്. എന്താണ് ആ നിയമം? എന്റെ ഭക്തൻ അവന്റെ ആവശ്യങ്ങൾ നിമിത്തം മറ്റൊരാളുടെ അടുത്ത് പോയി കൈ നീട്ടേണ്ട ആവശ്യം ഇല്ല. അവൻ എന്റെ പേറോളിലാണ്. അതാണ് ദൈവത്തിന്റെ നിയമം. അവന്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവൻ അത് നടത്തിയിരിക്കും. നമ്മൾ പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നു, അവന്റെ മക്കൾ അപ്പത്തിനായി ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതിന് മുമ്പ് ദാവീദ് പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു, ഈ സ്പാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് ഇങ്ങനൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയെയാണ് കാണിക്കുന്നത്. നീതിമാനെ ദൈവം ഓർക്കുന്നു, ദൈവത്തിന്റെ ഭക്തനെ ദൈവം ഓർക്കുന്നു, അവന്റെ ആവശ്യങ്ങളെ ദൈവം നൽകുന്നു. മൂന്നാമത്തെ പോയിന്റ്, സംഖ്യ 23:10, നമ്പേഴ്സ് 23:10. മതി. ഇത് പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം. സമയം വേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ സബ്ജക്ട് നീണ്ടു പോകും. എങ്കിലും ഞാനിത് പറയാം. എനിക്ക് അല്പം ഡീറ്റെയിൽ ചെയ്യുന്ന ഇഷ്ടമാണ്. ദ റീസൺ എങ്കിൽ മാത്രമേ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലാകൂ. ഇത് പറയുന്നത് വേറെ ആരുമല്ല, ബിലെയാമാണ്. ബിലെയാം ബാലാക്കിനാൽ വിളിക്കപ്പെട്ട് അവിടെ ഇസ്രായേലിനെ ശപിക്കാനായിട്ട് വന്നു നിൽക്കുകയാണ്. നടന്നില്ല. ദൈവം അത് അനുഗ്രഹമാക്കി തീർത്തു. അനുഗ്രഹമാക്കി തീർത്തപ്പോൾ അവസാനം എടോ മലം നോക്കാതെ അങ്ങ് യാക്കോബിനെ അങ്ങ് അനുഗ്രഹിക്കുകയാണ് ബിലെയാം. ബിലെയാം അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞ വാക്കാണ് ഈ വായിക്കുന്നത്. എന്താണ്? യാക്കോബിന്റെ ധൂളി ആർക്കെണ്ണം, ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ. ഇത് പറയുമ്പോൾ ബിലെയാം കൃത്യമായിട്ട് ഓർക്കുന്നത് യാക്കോബിനെ തന്നെയാണെന്ന് സംശയമില്ല. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ ഒരു ഭക്തൻ മരിക്കുന്നത് ഏറ്റവും മനോഹരമായി കാണുന്നത് യാക്കോബിൽ തന്നെയാണ്. അതുപോലെ ഒരു മരണം കിട്ടിയിരുന്നെങ്കിൽ വലിയ
കാര്യമായിരുന്നു. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ മരിച്ചാൽ കൊള്ളാമെന്ന്. കാരണം എന്താ, മക്കളെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരെയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. അതിനുശേഷം സ്വന്തം വടി ചാരുന്നു, കട്ടിലേക്ക് കയറുന്നു, ദൈവത്തെ നമസ്കരിക്കുന്നു, അതിനുശേഷം കയറി കിടക്കുന്നു, മരിക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സിറ്റ് ആണ്! അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സിറ്റ് ഈ ലോകത്തിൽ ആർക്കും കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ബിലയാമിനെ അറിയാം. ബിലയാം പറയുന്നത് അതാണ്, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. പക്ഷേ ബിലയാം ഭക്തന്റെ പോലെ അല്ല മരിച്ചത്. അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ്. അതിന് കാരണം എന്താണെന്നറിയാം? അവൻ ഭക്തനായിരുന്നില്ല, അഭക്തനായി. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, ഭക്തനായിട്ട് ജീവിച്ചാൽ ദൈവം വളരെ മനോഹരമായിട്ടുള്ളൊരു മരണം നമുക്ക് തരും. അതെന്താ? അവൻ ഈ ഭൂമിയിലായിരുന്ന കാലത്തൊക്കെയും ഇവിടം പരദേശമായിരുന്നു. അവന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അവസാനം ഒരു ബായി പറഞ്ഞു പോകാനുള്ള അവസരം ദൈവം അവന് ശരിക്കും വരും. ഭക്തന്മാർ മരിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രാണനെ ദൈവം സംരക്ഷിക്കും ഒരു ഭക്തനാണെങ്കിൽ. സങ്കീർത്തനങ്ങൾ 34:7. സങ്കീർത്തനങ്ങൾ 34:7 മുന്നോട്ട്. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും. നമ്മൾ പലപ്പോഴും ഈ വാക്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഭക്തനാണെന്ന് കരുതി റഫർ ചെയ്യാറുണ്ട്. തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഇത് ഭക്തനുള്ളതാണ്, എല്ലാ വിശ്വാസികൾക്കും ഉള്ളതല്ല. അത് മറക്കരുത്, ഭക്തനുള്ളതാണ്. എന്തുകൊണ്ടാണ് ഭക്തനോട് ഇത്ര കാര്യം? ഭക്തൻ നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമ്മൾ നോക്കിയാല് നമ്മൾ സെക്യൂരിറ്റി വ്യക്തികൾക്ക് കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്, ഗ്രേഡിനനുസരിച്ച് അല്ലേ? പ്രധാനമന്ത്രിക്കുള്ള സെക്യൂരിറ്റി താഴെയുള്ളവർക്ക് കിട്ടില്ല. അത് വ്യത്യാസമുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ തന്റെ അധികാരം. ദൈവം തന്റെ ദൂതന്മാരെ പ്രത്യേകം പാളയമിറക്കി വിടുവിക്കുന്ന ഒരു ഗ്യാങ്ങാണ് അവന്റെ ഭക്തന്മാർ. മനസ്സിലായോ? അവന്റെ ഭക്തന്മാർ. ഞാനിത് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാല്, അവന്റെ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന കൺസിഡറേഷൻ, പരിഗണന നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കരുത്. അവരൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ് ദൈവത്തിന്. സ്പെഷ്യൽ കാറ്റഗറി, എ പെക്യുലിയർ കാറ്റഗറി. അവന് പ്രത്യേകതയുള്ള ഒരു ജനമാണ് അവന്റെ ഭക്തന്മാർ. അവന്റെ മഹത്വത്തെ ഈ ലോകത്തിൽ, ശത്രു ഭരിക്കുന്ന ഈ ലോകത്തിൽ, ദൈവത്തിന്റെ ക്യാരക്ടർ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നവനാണ് അവന്റെ ഭക്തൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അവരെ വലിയ കാര്യം ആണ്, വലിയ കാര്യമാണ് ദൈവം. ഭക്തന്മാരുടെ ചുറ്റും പാളയമിറക്കും തന്റെ ദൂതന്മാർ. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. പ്രോവർബ്സ്, സദൃശവാക്യം 19:23. യഹോവ ഭക്തി ജീവഹേതുകം ആകുന്നു. യഹോവ ഭക്തി ജീവഹേതുകമാകുന്നു. ജീവൻ ലഭിക്കുന്നതിനുള്ള കാരണം യഹോവ ഭക്തിയാണ്. എന്താണ്? അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവനെ നേടുകയില്ല. കാരണം ദൈവം അവനെ സംരക്ഷിക്കും. അടുത്ത വാക്യം സഭാപ്രസംഗി 8:13. മതി. ദുഷ്ടന് നന്മ വരികയില്ല. അതെന്താ കാരണം? അവൻ ദൈവത്തെ ഭയപ്പെടായികയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകുകയും. കോൺട്രാസ്റ്റ് നമുക്ക് കാണാം. ഭക്തൻ ജീവഹേതുകമായ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. അഭക്തൻ അവൻ നിഴൽ പോലെ കടന്നു പോകും. ഒരു സെക്യൂരിറ്റിയും അവന് ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസികളായിരിക്കുന്ന നാം ദൈവഭക്തിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവനെയാണ് നാം ആപത്തിലേക്ക് തള്ളിവിടുന്നത്. നമ്മളുടെ കുടുംബത്തെയാണ് നാം റിസ്കിലേക്ക് തള്ളിവിടുന്നത്. അത് നമ്മൾ മറക്കരുത്. കാരണം കർത്താവിന്റെ
വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: കുറെ ലഭിച്ചവനോട് കുറവ് ചോദിക്കും, ഏറെ ലഭിച്ചവനോട് ഏറെ ചോദിക്കും. ദൈവം ഇക്കാര്യത്തിൽ ഒരിക്കലും പക്ഷപാതം ചെയ്യുകയില്ല. പക്ഷപാതം ചെയ്യില്ല ദൈവം. അതുകൊണ്ടാണ് പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: ദൈവം വിശുദ്ധനാണ്, അവനെ പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. എന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മുഖപക്ഷം കാണിക്കാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രയാണകാലം അല്ലെങ്കിൽ പരദേശവാസം ഭയത്തോടെ കഴിക്കുന്നു. ദൈവം ഇക്കാര്യത്തിൽ പക്ഷപാതം ചെയ്യില്ല കേട്ടോ. ഇനി ഇച്ചിരി കൂടെ കഠിനമായിട്ട് ഞാൻ പറയാം. പത്രോസ് തന്നെ എഴുതിയിരിക്കുന്നതാണ്: ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയ അഭക്തന്റെ പാപിയുടെയും ഗതി എന്താകും? പറഞ്ഞതിന്റെ ആവശ്യമില്ല. ആദ്യ അടി വരുന്ന എവിടെയാ? ആദ്യ അടി വരുന്ന വീട്ടിലാ, പുറത്തല്ല. പുറത്തേക്ക് പിന്നെ വരാം. ആദ്യ അടി ഇവിടെയാ. പ്രിയമുള്ളവരെ, ഭയപ്പെടണം. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. കാരണം ദൈവം പക്ഷപാതം കാണിക്കുന്നവൻ അല്ല. മക്കളാണല്ലോ, അതുകൊണ്ട് ഇല്ല പ്രിയമുള്ളവരെ, അങ്ങനെയല്ല ദൈവം. നമ്മുടെ ദൈവത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവൻ അങ്ങനെയല്ല. അവൻ ആദ്യം അടി കൊടുത്ത ആർക്കായിരിക്കും? തന്റെ മക്കൾക്ക്. ഒരേ തെറ്റ് ചെയ്ത ഒരു അവിശ്വാസിയെയും വിശ്വാസിയെയും നിർത്തുക. ആദ്യം അടി കിട്ടുന്നത് ആർക്കായിരിക്കും? വിശ്വാസിക്കാൻ അടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടേ പുറത്തുള്ളവന് കൊടുക്കുക. കാരണം സ്വന്തം ഭവനത്തിലാണ് ആദ്യം ശിക്ഷ വരിക. അത് സത്യമാണ് അല്ലേ? നമ്മളുടെ വീട്ടിലും അയൽക്കാരന്റെ മകനും ഒരേ കുറ്റം ചെയ്താൽ ആദ്യം അടി കൊടുക്കുക എന്റെ മകനെ കൊടുക്കുക. അതിന് കാരണമുണ്ട്. അവൻ എന്റെ മകൻ ആണ്, അവൻ എന്നെ അപമാനിച്ചു. എന്നിട്ടേ പുറത്തുള്ളവന്റെ കാര്യം ഞാൻ നോക്കുള്ളൂ. ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ മറക്കരുത്. അവസാനത്തെ 57 യെശയ്യാവ് 57:1 ആ ബാക്കിയും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 57:1. അതെന്തിനാ ഞാൻ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കും, പ്രാണനെ സംരക്ഷിക്കും. അപ്പോ നമ്മൾക്ക് പൊതുവെ ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും. ഇപ്പൊ ഈ ഇച്ചിരി എന്തെങ്കിലും വല്ലാത്ത മരണങ്ങളൊക്കെ നടക്കുമ്പോൾ പറയാം അദ്ദേഹം അഭക്തനായതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഭക്തനെയും ദൈവം ചില സമയത്ത് വേഗം എടുക്കാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അനർത്ഥം വരുന്നതിന് മുൻപേ അവനെ ദൈവം എടുക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന രാശി. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു മുൻവിധിക്കൊന്നും പോകണ്ട. ദൈവം തന്റെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിന്റെ സംരക്ഷണം തന്റെ ഭക്തന്മാരോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഭക്തൻ അല്പം മുൻപേ പോയി എന്ന് നമുക്ക് തോന്നിയാൽ അതിനൊരു കാരണം ദൈവത്തിന് കൃത്യമായിട്ടുണ്ടായിരിക്കും. നിത്യത നമുക്ക് വെളിപ്പെടുത്തി തരികയും. 3 കാര്യങ്ങളാണ് ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങളായിട്ട് നാം കണ്ടത്. 1, ദൈവം ഭക്തന്റെ പ്രാർത്ഥനയെ കേൾക്കുന്നു. 2, അവന്റെ ആവശ്യങ്ങളെ നൽകുന്നു. 3, ദൈവം ഭക്തന്റെ പ്രാണനെ സംരക്ഷിക്കും. ഇനി 6 കൂട്ടം കാര്യങ്ങൾ കൂടിയുണ്ട്. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്ക് അത് ചിന്തിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.